മതേതര ഗവൺമെന്റ് എങ്ങനെയാണ് ആളുകളുടെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കുക? പ്രത്യേക മതവിഭാഗങ്ങളെ, അത് ഭൂരിപക്ഷമാകട്ടെ ന്യൂനപക്ഷമാകട്ടെ, മതത്തിന്റെ അടിസ്ഥാനത്തിൽ ആളുകളെ ഒരുമിച്ച് പിടിച്ചുകൂട്ടുക എന്നുള്ളത് നമ്മുടെ രാജ്യത്തിന്റെ മതേതര കാഴ്ചപ്പാടിന് വിരുദ്ധമാണ്. ഈ ഗവൺമെന്റ് ചെയ്യുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്, സത്യപ്രതിജ്ഞാ ലംഘനമാണ്. പച്ചയായ ഭാഷയിൽ പറഞ്ഞാൽ വർഗീയത പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിന്റെ ഭാഗമാണ്. നമസ്കാരം. ആളിക്കത്താൻ പോകുന്ന തെരഞ്ഞെടുപ്പ് കാലം തൊട്ട് മുന്നിൽ ഓടാൻ റെഡിയാകുമ്പോൾ ഒരു മുഴം മുന്നേ എറിയുന്നത് രാഷ്ട്രീയത്തിൽ എങ്ങനെ തെറ്റാകും? ഈ വരുന്ന തെരഞ്ഞെടുപ്പ് കാലത്ത് ഇടതുപക്ഷത്തിന്റെ മോട്ടോ ഈ പഞ്ച് ലൈനല്ലേ എന്ന് ചോദിക്കാതെ വയ്യ. ശബരിമലയിൽ കൈവിട്ട ഹിന്ദു വിശ്വാസികളുടെ വോട്ട് ചാക്കിലാക്കാൻ ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ ഇടത് സർക്കാർ ശ്രമിക്കുന്നേ എന്ന് ബിജെപിയും UDFും അപലപിക്കുന്നതിനിടെ ന്യൂനപക്ഷ സംഗമവും നടത്തി മറുകരയെ മുറുകെ പിടിക്കാൻ ഒരുങ്ങുകയാണോ ഇടതുപക്ഷം? മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ പ്രശ്നങ്ങളും പരിഹാരവും ചർച്ച ചെയ്യാൻ വിഷൻ 2031 മുന്നോട്ട് വെക്കുന്നത് ഭിന്നിപ്പിച്ച് വോട്ട് നേടലാണെന്ന വിമർശനവുമായി മുസ്ലിം ലീഗും സമസ്തയിലെ ഒരു വിഭാഗവും മറ്റ് മുസ്ലിം സംഘടനകളുമൊക്കെ മുന്നോട്ട് വന്നു കഴിഞ്ഞു. എന്നാൽ സംഗമമല്ല, അടുത്ത മാസം കൊച്ചിയിൽ സംഘടിപ്പിക്കാനിരിക്കുന്നത് സെമിനാർ മാത്രമാണെന്ന വാദവുമായി സർക്കാർ വിശദീകരണവും എത്തുമ്പോൾ ഇതുതന്നെ ഭരണഘടനാ ലംഘനമാണെന്ന ആരോപണവുമായി BJPയും കളമൊരുക്കുന്നു. മതേതര സർക്കാർ മതം തിരിച്ച് സംഗമം നടത്തണം. ന്യൂനപക്ഷ സംഗമം രാഷ്ട്രീയ ലക്ഷ്യമല്ലാതെ മറ്റെന്താണ്? പരിശോധിക്കുന്നു പ്രൈം ടിവിയിൽ. സ്വാഗതം. നമുക്കൊപ്പം പാനലിൽ ചേരുന്നു ഇടത് നിരീക്ഷകൻ അഡ്വക്കേറ്റ് BN ഹസ്കർ, കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് വസന്ത് തെങ്ങുമ്പള്ളി, മുസ്ലിം ലീഗ് നേതാവ് അഡ്വക്കേറ്റ് ഷാഹുൽ ഹമീദ്, BJP നേതാവ് മനുപ്രസാദ്. 4 പേർക്കും പാനലിലേക്ക് സ്വാഗതം. ആദ്യം മുസ്ലിം ലീഗ് നേതാവ് അഡ്വക്കേറ്റ് ഷാഹുൽ ഹമീദ്, സർക്കാർ ന്യൂനപക്ഷങ്ങളെ വേർതിരിച്ച് കാണുന്നില്ല, ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം, അതിന് പരിഹാരമുണ്ടാക്കണം, അതുകൊണ്ട് 2031 എന്നൊരു വിഷന്റെ അകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട്, അതിപ്പോൾ സെമിനാർ ആണെങ്കിലും ശരി, അത് സംഗമമാണെങ്കിലും ശരി, അതൊരു പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യലാണ്. അത് ഭിന്നിപ്പിക്കുകയാണ്, ഭിന്നിപ്പിച്ച് വോട്ട് നേടുകയാണ്. അത് മതേതര സർക്കാർ ചെയ്യേണ്ട നടപടികൾക്ക് വിരുദ്ധമാണ് എന്ന് മുസ്ലിം ലീഗ് പറയുന്നത് എന്തുകൊണ്ടാണ്? മുസ്ലിം സമുദായത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയല്ലേ വേണ്ടത്? അഡ്വക്കേറ്റ് ഷാഹുൽ ഹമീദ് മുസ്ലിം സംഘടനകൾ പറഞ്ഞോളൂ, കേൾക്കാം. എടുത്തിട്ടില്ല. കാരണം ഈ ന്യൂനപക്ഷ സംഗമം കേൾക്കുന്നുണ്ടോ? കേൾക്കാം, പറഞ്ഞോളൂ. ഇതില് മുസ്ലിം ലീഗോ മുസ്ലിം സംഘടനകളോ അടിസ്ഥാനപരമായിട്ടൊരു തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല. കാരണം സർക്കാർ എന്താണ് എന്ന് സർക്കാർ ഇന്നുവരെ പറഞ്ഞിട്ടില്ല. അതിങ്ങനെ ഒരു റൂമർ കേൾക്കുന്നു എന്നല്ലാതെ മുസ്ലിം സമുദായത്തിനെ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളെ അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ വേണ്ടിയാണ് എന്നൊക്കെ പറയുന്നു എന്നല്ലാതെ ഒഫീഷ്യലായിട്ട് സർക്കാർ പ്രഖ്യാപിക്കുമ്പോൾ മാത്രമേ മുസ്ലിം ലീഗ് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം പറയുള്ളൂ. അതുപോലെ മുസ്ലിം സംഘടനകളും അതിനെക്കുറിച്ചുള്ള അഭിപ്രായം പറയുള്ളൂ. മറ്റുള്ളതൊക്കെ ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ ഇങ്ങനെയാണ്. ഔദ്യോഗികമായിട്ട് ആരും ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. പക്ഷെ നമുക്കറിയാം, അടുത്തപ്പോ ഒരു അയ്യപ്പ സംഗമം, ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നു എന്നൊക്കെ പറഞ്ഞല്ലോ. ഇതുവരെ അയ്യപ്പന്മാർക്ക് വേണ്ടി, ശബരിമലക്ക് വേണ്ടിയിട്ട് ഈ സർക്കാർ ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇപ്പൊ 9 വർഷം കഴിഞ്ഞു. ഈ 9 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ശബരിമല നന്നാക്കാടെടുക്കുന്നത്. ഇതുവരെ കഴിഞ്ഞ പ്രാവശ്യത്തെ ശബരിമല ദർശനം, അതുപോലെ അതിന് മുമ്പത്തെ പ്രാവശ്യത്തെ ദർശനം ഒക്കെ ഏതൊക്കെ രൂപത്തിലായിരുന്നു എന്നൊക്കെ നമ്മളെല്ലാവരും വിഷ്വലായിട്ട് കണ്ടതാണ്. കാരണം അവിടെ അയ്യപ്പന്മാർക്ക് സൗകര്യമില്ലാത്ത അവസ്ഥ, അവിടെ പോകുമ്പോൾ ഉണ്ടാവുന്ന കഷ്ടപ്പാടുകൾ, പ്രയാസം, വിരിവെക്കാനുള്ള സൗകര്യമില്ലാത്തത്, ബാക്കിയുള്ള അവർക്ക് ദൈനംദിന കർമ്മങ്ങൾ നടത്താൻ സൗകര്യമില്ലാത്തത്, അവരെ മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന ക്യൂ, അതിന് അവർക്ക് സൗകര്യമില്ലാത്തൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ 9 വർഷം അവർക്ക് കാത്തിരിക്കേണ്ടി വന്നു. ഇപ്പൊ ഇനി അടുത്ത ഒരു 6-7 മാസം കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും ഗവൺമെന്റിന്? ഒരാഗോള സംഗമം നടത്തുകയാണ്. ഇത് കുറെ പണക്കാരെ വിളിച്ചു വരുത്തി അവർക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏർപ്പാട് എന്ന് സാധാരണക്കാർ പറയുമ്പോൾ, സംശയിക്കുമ്പോൾ ആ സംശയം നമ്മളും ഉന്നയിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ ഹൈക്കോടതി വരെ ചില കാര്യങ്ങൾ ചോദിച്ചു. പിന്നെ ഹൈക്കോടതി അനുവാദം കൊടുത്തുവെങ്കിൽ പോലും
അപ്പൊ എല്ലാവർക്കും സംശയമാണ്. അതുപോലെ തന്നെയാണ് ഇപ്പൊ ന്യൂനപക്ഷ സംഗമം എന്ന് പറഞ്ഞാൽ ഇതുവരെ ചെയ്യാത്ത കാര്യങ്ങള്, ഇതുവരെ ശ്രദ്ധിക്കാത്ത കാര്യങ്ങള്, ഒരുപാട് പ്രശ്നങ്ങൾ ന്യൂനപക്ഷങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടല്ലോ. ആ പ്രശ്നങ്ങളെ ഒന്നും അഡ്രസ്സ് ചെയ്യാത്ത ഒരു സർക്കാർ 9 കൊല്ലം കഴിഞ്ഞ് ഇപ്പൊ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം ഇപ്പൊ അസംബ്ലി തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോവാണ്. ഈ 9 കൊല്ലം കഴിഞ്ഞിട്ട് ഇനി എന്താണ് ഇപ്പൊ 6 മാസം കൊണ്ട് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയിട്ടും അയ്യപ്പ ഭക്തന്മാർക്ക് വേണ്ടിയിട്ടൊക്കെ ഈ സർക്കാരിന് ചെയ്യാനുള്ളത്? അപ്പൊ ഇതിന്റെ ലക്ഷ്യം ഒന്നുമാ എന്ന് പറഞ്ഞൊരു വിവാദം ഉണ്ടാക്കിയപ്പോ ഒരു ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ന്യൂനപക്ഷ സംഗമവും നടത്തുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഞങ്ങൾ അതിന്റെ ഗവൺമെന്റ് എന്തിനു വേണ്ടിയിട്ടാണ് അത് വിളിക്കുന്നത്, ആ ഗവൺമെന്റ് വ്യക്തമാക്കട്ടെ. ഗവൺമെന്റിന്റെ ലക്ഷ്യം എന്താണ്? അല്ല, ശ്രീ ഷാഹുൽ ഹമീദ്, ഞാൻ ഇടപെട്ട് ചോദിക്കുന്ന നടപടിയാണ് എടുക്കുന്നത്. ശ്രീ ഷാഹുൽ ഹമീദ്, ന്യൂനപക്ഷ വകുപ്പ് എന്നൊരു വകുപ്പുണ്ടല്ലോ, ഈ വകുപ്പാണ് ഈ സെമിനാറിന് നേതൃത്വം കൊടുക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ വകുപ്പ് നടത്തുന്ന പ്രവർത്തനങ്ങളെല്ലാം ഈ തരത്തിലാണ് എന്ന് പറയാൻ കഴിയുകയില്ലല്ലോ, അതും രാഷ്ട്രീയ ലക്ഷ്യമാണെന്ന് പറയാൻ കഴിയുകയില്ലോ. സർക്കാർ വൃത്തങ്ങളുടെ ഭാഗത്തുനിന്നുള്ള വിശദീകരണം ആ തരത്തിലായിരിക്കും. ന്യൂനപക്ഷ വകുപ്പ് ഇതുവരെ ഉണ്ടായിരുന്നല്ലോ, കഴിഞ്ഞ 9 വർഷം ഉണ്ടായിരുന്നല്ലോ. ഈ 9 വർഷം ന്യൂനപക്ഷം കൈകാര്യം ചെയ്തിരുന്ന ആളുകൾ എന്തുകൊണ്ട് ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുന്ന രൂപത്തിലുള്ള ഇതുപോലത്തെ ഒരു സെമിനാറോ ബാക്കിയുള്ള ആളുകളെ വിളിച്ച് ഇവർ ചർച്ചയോ കാര്യങ്ങളൊക്കെ ചെയ്യാഞ്ഞത്? എന്തൊക്കെ പ്രശ്നങ്ങൾ ന്യൂനപക്ഷങ്ങൾക്ക് ഉണ്ടായി? മതപരമായ പ്രശ്നങ്ങൾ ഉണ്ടായി. ഇപ്പൊ ഇന്ത്യയിൽ ഇപ്പോ അവർ പറഞ്ഞത് എന്താ വെച്ചാൽ, ഇന്ത്യ രാജ്യത്തെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ കുറിച്ചും ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ കുറിച്ചും ഒക്കെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് ഇവിടെ ചർച്ച ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? ഇപ്പൊ നമുക്കറിയാം ഉത്തരേന്ത്യയിൽ നടക്കുന്ന പ്രയാസങ്ങൾ, BJP ഗവൺമെന്റും സംഘപരിവാർ സംഘടനകളും ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടത്തുന്ന വേട്ടകള്, അതിന് കോൺഗ്രസിനെ ഒഴിവാക്കിയിട്ട് അല്ലെങ്കിൽ കോൺഗ്രസ് ഉൾക്കൊള്ളുന്ന ഒരു സംവിധാനത്തെ ഒഴിവാക്കിയിട്ട് ഇവിടെ വല്ല ചർച്ചയും ചെയ്തിട്ട് പിണറായി വിജയൻ ചർച്ച ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? അല്ലെങ്കിൽ കേരള സർക്കാർ ചർച്ച ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? ആ ന്യൂനപക്ഷ വേട്ടക്കെതിരെ അതിശക്തമായി പോരാടുന്ന രാഹുൽ ഗാന്ധിയെ പോലെ, അതുപോലെ ഇന്ത്യ സഖ്യത്തെ പോലെയുള്ള സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തുവാൻ വേണ്ടിയുള്ള പ്രവർത്തനം ഉത്തരേന്ത്യയിലും ഇന്ത്യ തലത്തിൽ, ആഗോള തലത്തിൽ ഉത്തരേന്ത്യയിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ള നിലപാടുകൾ. ഞാൻ തിരികെ എത്താം ശ്രീ ഷാഹുൽ ഹമീദ്. ഇതിനകത്ത് ലീഗ് പറയുന്നത് പോലെയുള്ള വിഷയങ്ങൾ മാത്രമാണോ ഉള്ളത് എന്നുള്ളൊരു ചോദ്യം പോലും ഉണ്ട്. ഞാൻ തിരികെ എത്താം. അഡ്വക്കേറ്റ് BN ഹസ്കർ നമുക്കൊപ്പം. 9 വർഷം ന്യൂനപക്ഷ വകുപ്പ് ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു സംഗമത്തിന്റെ യാതൊരു ഐഡിയയും ഉണ്ടായിരുന്നില്ല. ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്നു, അതിൽ പലതരത്തിലുള്ള വിവാദങ്ങൾ വരുന്നു, കോടതിയടക്കം ഇടപെടുന്നു. ഇതൊരു വോട്ട് രാഷ്ട്രീയം മാത്രം നടത്തുകയാണോ, വിശ്വാസികളെ ആ തരത്തിലേക്ക് കാണുകയാണോ സർക്കാർ എന്ന് ചോദിക്കുന്നതിനിടയിൽ ഒരു മുഴം മുന്നേ എറിഞ്ഞുകൊണ്ട് സർക്കാർ ന്യൂനപക്ഷങ്ങൾക്കും ഞങ്ങൾ വളരെ വേണ്ടപ്പെട്ടതാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ടതാണ് എന്ന് പറഞ്ഞു വെക്കാൻ ശ്രമിക്കുകയാണോ? ഇങ്ങനെ മതേതര സർക്കാരിന് ഇങ്ങനെ മതങ്ങളെ വേർതിരിച്ച് സംഗമം നടത്തേണ്ട ആവശ്യമുണ്ടോ? അപർണ, ഇന്ത്യ ഒരു തിയോക്രാറ്റിക് രാജ്യമാകുന്നു എന്നതിന്റെ സൂചനകളും അതിന്റെ അപകടകരമായിട്ടുള്ള ഫലപ്രാപ്തിയുമാണ് ഇന്ത്യ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത്. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമായി നിലനിൽക്കണമെന്നും ഇന്ത്യ ഒരു മതേതര രാജ്യമായി നിലനിൽക്കണമെന്നും ഇന്ത്യയിലെ മുഴുവൻ പൗരന്മാരും ആഗ്രഹിക്കുന്നിടത്താണ് ഇന്ത്യ ഒരു തിയോക്രാറ്റിക് രാജ്യമായി മാറ്റുന്നതിനു വേണ്ടി സംഘപരിവാർ കൊണ്ടുപിടിച്ച് ശ്രമം നടത്തുന്നത്. ആ ശ്രമത്തിന്റെ തുടർച്ച എന്ന നിലയിൽ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ, അത് സംസ്ഥാന സർക്കാരിന്റെ ന്യൂനപക്ഷ വകുപ്പ് ആ വെല്ലുവിളികളെ സംബന്ധിച്ച് ആധികാരികമായി എന്താണ് പ്രശ്നങ്ങൾ, ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന പ്രതിസന്ധികൾ എന്തൊക്കെയാണ്, അതിന്റെ പരിഹാരങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു സെമിനാർ മാത്രമാണ് ഇപ്പോൾ ഈ ന്യൂനപക്ഷ സംഗമം കൊച്ചിയിലോ കോഴിക്കോടോ നടത്തുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആഗോള അയ്യപ്പ സംഗമത്തെ തുടർന്ന് ആഗോള അയ്യപ്പ സംഗമത്തെ ചേർത്ത് വായിക്കേണ്ട ഒരു വിഷയമല്ല ന്യൂനപക്ഷ സംഗമം എന്ന് പറയുന്നത്. ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് ശബരിമലയുടെ വികസനത്തെ സംബന്ധിച്ച്, ശബരിമലയുടെ വികസന സാധ്യതകളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിന് വിശ്വാസ സമൂഹവുമായി നേരിട്ട് ഇടപെടുന്ന ഒരു പ്രക്രിയ മാത്രമാണ് ആഗോള അയ്യപ്പ സംഗമം. ആ ആഗോള അയ്യപ്പ സംഗമത്തിൽ നിന്ന് വിഭിന്നമാണ് ന്യൂനപക്ഷ സംഗമം അല്ലെങ്കിൽ എന്നത് തിരിച്ചറിയാൻ കഴിയാത്തതാണ് ഇപ്പോൾ കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ പ്രശ്നം. ഇത് ഒരേ സമയത്ത് ഹസ്കർ, ഞാൻ ഇടപെടുന്നതിൽ ശ്രമിക്കണം, പക്ഷേ ഇത് ഒരേ സമയത്താണ് ഇത് വരുന്നത്. ആഗോള അയ്യപ്പ സംഗമത്തിന് വിവാദങ്ങൾ തീർന്നിട്ടില്ല, അതിൽ ചോദ്യങ്ങൾ അവിടെ ബാക്കി നിൽക്കുമ്പോൾ അതേ സമയത്ത് ഒരു ന്യൂനപക്ഷ സംഗമം സെമിനാർ എങ്ങനെ വ്യാഖ്യാനിച്ചാലും അത് ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ ഇത് രണ്ടും കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട എന്ന് തന്നെയാണോ?
അല്ല, നിശ്ചയമായും അത് ചേർത്ത് വായിക്കപ്പെടാൻ പാടില്ല. അപരമത വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഇന്ത്യയുടെ രാഷ്ട്രീയ നേതൃത്വം നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരം ചിന്തകൾ കേരളത്തെ പോലുള്ള പുരോഗമനാത്മകമായിട്ടുള്ള സമൂഹത്തിൽ നിന്ന് ഉയർന്നു വരുന്നത് എന്നത് അഭിനന്ദനമർഹിക്കുകയും കേരളത്തിലെ പ്രതിപക്ഷം അത് വിശിഷ്യ കോൺഗ്രസ് ആയാലും മുസ്ലിം ലീഗ് ആയാലും ഒരുമിച്ച് ചേർന്നു നിന്ന് വേണം ഇത്തരം ചിന്തകൾക്ക് ഒരുക്കം കൂട്ടുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനം. അതിന് പകരം ഇതിനെ രാഷ്ട്രീയമായി കാണുമ്പോഴാണ്, രാഷ്ട്രീയ പ്രക്രിയയായി കാണുമ്പോഴാണ് ഇതിൽ അപകടം പതിയിരിക്കുന്നത്. രാഷ്ട്രീയം മതത്തിലും മതം രാഷ്ട്രീയത്തിലും ഇടപെടരുത് എന്നുള്ളത് തന്നെയാണ് പ്രഖ്യാപിത ഇടതുപക്ഷ നയം. ആ ഇടതുപക്ഷ നയത്തിൽ ഒരു തരത്തിലും വെള്ളം ചേർക്കുന്ന ഒരു പ്രവൃത്തിയല്ല ഇപ്പോ ഇടതുപക്ഷം കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ, ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ നമുക്കറിയാമല്ലോ. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീമാരായിട്ടുള്ള 2 സഹോദരിമാർ, അവരനുഭവിച്ച പീഡനം, അവരുടെ ജയിൽവാസം, അതൊക്കെ കേരളത്തിലെ മാധ്യമങ്ങൾ ഇത്രയധികം സമയം മിനക്കെടുത്തി മാധ്യമങ്ങളും രാഷ്ട്രീയ നേതൃത്വവും ചർച്ച ചെയ്യുന്നതിന്റെ കാരണം എന്തായിരുന്നു? ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾ ഭീഷണി നേരിടുന്നു. കഴിഞ്ഞ 9 കൊല്ലത്തിനിടയിൽ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്ക്, വിശിഷ്യ ക്രിസ്ത്യൻ മതസമൂഹത്തിന്റെ 4000-ഓളം ക്രിസ്തുമത വിശ്വാസ സ്ഥാപനങ്ങൾക്കു നേരെ, ക്രിസ്തുമത വിശ്വാസ പ്രവർത്തകർക്ക് നേരെ അതിക്രമം നടന്നു എന്നതാണ് അനൗപചാരിക കണക്കുകൾ നമുക്ക് മുന്നിൽ സൂചിപ്പിക്കുന്നത്. അപ്പോ അതിന്റെ ഒക്കെ ആകത്തുകയായി ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന പ്രതിസന്ധികൾ. ഇപ്പോ CAA വന്നു, ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തെ ഉന്മൂലനം ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയതാണ്. അതുപോലെ തന്നെ ഏക സിവിൽ കോഡ് വരാൻ പോകുന്നു. ഇത്തരം നിയമപ്രശ്നങ്ങൾ അടക്കം ചർച്ച ചെയ്യുന്നതിനു വേണ്ടിയിട്ടാണ് ന്യൂനപക്ഷ സംഗമം എന്ന വേദിയിലേക്ക് കേരളത്തിലെ മുഴുവൻ ന്യൂനപക്ഷങ്ങളെയും ചേർത്തു പിടിച്ചുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നും പരിഹാരങ്ങൾ എന്താണെന്നുള്ളതുമാണ് ഈ സെമിനാറിൽ ചർച്ച ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം നേരത്തെ അഡ്വക്കേറ്റ് ഷാഹുൽ ഹമീദ് ചോദിക്കുന്നു. ഒന്ന്, ഉത്തരേന്ത്യയിലെ വിഷയങ്ങളടക്കമാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. ഇത് 9 വർഷത്തിന് ശേഷമാണോ വേണ്ടത്? ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ ഇത് ഈ വിഷയത്തിനകത്ത് ഒരുമിച്ച് നിന്ന് പ്രതിഷേധം ഉയർത്തുന്ന പാർട്ടി ഇന്റർനാഷണൽ കോൺഗ്രസ് ആണ്. കേരളത്തിലെ കോൺഗ്രസിനെ ഈ വിഷയം അറിയിച്ചിട്ടുണ്ടോ? സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു പാർട്ടിസിപ്പേഷൻ കൂടി ഇതിനകത്ത് വേണ്ടേ എന്നുള്ളൊരു ചോദ്യമൊക്കെ ഇല്ലേ? ഇതൊന്നുമില്ലാതെ 9 വർഷം കഴിഞ്ഞിട്ട് ഞങ്ങളിതാ ഇന്ത്യയിലെ മുസ്ലിം സമുദായം, ക്രിസ്ത്യൻ സമുദായം, ന്യൂനപക്ഷ സമുദായങ്ങൾ അനുഭവിക്കുന്ന വേട്ടയ്ക്കെതിരെ ഞങ്ങൾ ഇവിടെ ഒരു സെമിനാറോ സംഗമമോ നടത്താൻ പോകുന്നു എന്ന് പറയുമ്പോൾ അത് വെള്ളം തൊടാതെ വിഴുങ്ങാൻ പറ്റുമോ? അപർണ, CAA-ക്കെതിരെ ഏതെങ്കിലും ഒരു നിയമസഭ ഒരുമിച്ചിരുന്ന് ഒരു പ്രമേയം പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ കേരള നിയമസഭ മാത്രമാണ്. അതുപോലെ ഏക സിവിൽ കോഡ് വരുന്നു. പ്രതിപക്ഷമാണ് അല്ല, മുമ്പോട്ട് വെച്ചത് അല്ല, എന്ത് മുന്നോട്ട് വെച്ചു എന്നുള്ളതല്ലല്ലോ. അല്ല, നിയമസഭയിൽ ഇക്കാര്യം ഇന്ത്യയിൽ ആദ്യമായി CAA നിയമത്തിനെതിരെ ഇന്ത്യയിൽ CAA നിയമത്തിനെതിരെ ഒരു നിയമസഭ പാസ്സാക്കിയിട്ടുള്ള ഒരു പ്രമേയം ഉണ്ടെങ്കിൽ അത് കേരള നിയമസഭയാണ്. അതിൽ പ്രതിപക്ഷം പറഞ്ഞിട്ടല്ലോ. സഭാ സമ്മേളനം വിളിക്കുന്നത് സഭയുടെ നാഥനായിട്ടുള്ള സ്പീക്കറാണ്. അല്ലാതെ പ്രതിപക്ഷം പറയുമ്പോ സഭ വിളിക്കാൻ ഇത്ര മറന്നുപോകുന്ന ആളുകളൊന്നും അല്ല നമ്മൾ. അതല്ല, ഏത് റൂൾ അനുസരിച്ചാ പ്രതിപക്ഷം പറയുമ്പോ സഭ വിളിക്കേണ്ടത്? ചോദ്യം ചോദിക്കട്ടെ, മറുപടി തരോ? ഹലോ, ചോദിച്ചോളൂ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ബീഹാറില് വലിയ ഒരു യാത്ര നടത്തിയല്ലോ. കേരളത്തെ, ഇന്ത്യ രാജ്യത്തെ പ്രതിപക്ഷ മുഖ്യമന്ത്രിമാർ മുഴുവൻ അതിൽ പങ്കെടുത്തു. നമ്മുടെ മുഖ്യമന്ത്രി മാത്രം ആ വഴിക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. എന്തുകൊണ്ടാണ് തിരിഞ്ഞു നോക്കാത്തത്? അത്ര വലിയൊരു മുന്നേറ്റമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ അവിടെ നടത്തിയത്. 10,000-കണക്കിന് ആളുകളാണ് ഓരോ ദിവസവും അവിടെ പങ്കെടുത്തത്. ആ ഇപ്പൊ സ്റ്റാലിൻ പങ്കെടുത്തു, അതുപോലെ തന്നെ പല മുഖ്യമന്ത്രിമാരും അതിൽ പങ്കെടുത്തു. പക്ഷേ നമ്മുടെ കേരളത്തിലെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി മാത്രം അവിടെ പങ്കെടുത്തില്ല. അതായിരുന്നല്ലോ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു പോരാട്ടം. അതായത് ഇരട്ടത്താപ്പാണ് ഇടതുപക്ഷം നടത്തുന്നത്. ഇരട്ടത്താപ്പല്ലേ പറയുന്നത്? ഉത്തരേന്ത്യ ഇവിടെ കോൺഗ്രസിനെ വിഷയം അറിയിക്കുന്നില്ല, അവിടെ ബീഹാറിൽ ഭാഗത്തോട്ട് വരുന്നില്ല. ഇപ്പോൾ ആഗോള അയ്യപ്പ സംഘത്തിന് ശേഷം ഒരു ന്യൂനപക്ഷ സംഘം. എല്ലാം രാഷ്ട്രീയം, എല്ലാം വോട്ടിന് വേണ്ടിയിട്ടല്ലേ എന്ന് ചോദിച്ചു പോകില്ലേ?
അപർണ, ഇതിൽ കാണേണ്ടത് ആഗോള അയ്യപ്പ സംഗമത്തിൽ കേരളത്തിലെ പ്രതിപക്ഷത്തെയും കോൺഗ്രസിനെയും അയ്യപ്പ സംഗമത്തിന്റെ ഭാഗമാകുന്നതിനു വേണ്ടി സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും ക്ഷണിച്ചിട്ടുണ്ട്. പങ്കെടുക്കുകയോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അവരുടെ മാത്രം ഉത്തരവാദിത്തമാണ്. ഇപ്പൊ ന്യൂനപക്ഷ സംഗമത്തെ സംബന്ധിച്ച് ന്യൂനപക്ഷ വകുപ്പ് നടത്തുന്ന ആ സംഗമത്തിൽ നിശ്ചയമായും സെമിനാറിൽ നിശ്ചയമായും കേരളത്തിലെ പ്രതിപക്ഷത്തെയും ഇതര മത സാമുദായിക നേതാക്കന്മാരെയും നിശ്ചയമായും വിളിക്കും എന്നുള്ളതിനൊരു സംശയം വേണ്ട. അവരുടെ അഭിപ്രായം കേൾക്കുക, പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാൻ കഴിയുക എന്നുള്ളതാണ്. ഇപ്പോൾ വോട്ടോറി യാത്രയിൽ CPM-ന്റെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പങ്കെടുത്തില്ല എന്ന് പറയുമ്പോൾ CPM-ന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബി ആ വോട്ടോറി യാത്രയിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോ പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പങ്കെടുത്ത ഒരു പ്രോഗ്രാമിൽ അല്ലെങ്കിൽ ഒരു സമര പരിപാടിയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പങ്കെടുത്തില്ല എന്നുള്ളത് ഒരു ആക്ഷേപം ഉന്നയിക്കേണ്ട വിഷയമേ അല്ല. അപ്പോ CPM-നെ സംബന്ധിച്ചിടത്തോളം ബീഹാറിൽ ശ്രീ രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ള വോട്ട് അധികാര യാത്രയെ സംബന്ധിച്ച് CPM-ന് കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടിൽ ഇന്ത്യ ബ്ലോക്കിനൊപ്പം നിന്നുകൊണ്ടുള്ള ഒരു കാഴ്ചപ്പാട് ഇടതുപക്ഷത്തിനുള്ളത്, CPIM-നുള്ളത്. CPI-യുടെയും CPM-ന് സമുന്നതരായിട്ടുള്ള മുഴുവൻ നേതാക്കന്മാരും വോട്ട് അധികാര യാത്രയിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. അപ്പൊ അതൊക്കെ നമുക്ക് മറച്ചു വെക്കാനാവില്ല. ഇവിടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണ്. കാരണം മൂന്നാം ഘട്ടത്തിലും ഇടതുപക്ഷം അധികാരത്തിലെത്താൻ പോകുന്നതിന്റെ സാമൂഹ്യ സാഹചര്യം കേരളത്തിൽ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ആകെ നനഞ്ഞു നിൽക്കുന്ന പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ആകെ അപമാന ഭാരത്താൽ തലകുനിച്ചു നിൽക്കുന്ന കേരളത്തിലെ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷ നിരയ്ക്ക് ഒരു തരത്തിലും ഇടതുപക്ഷത്തെയും ഇടതുപക്ഷ ഗവൺമെന്റിനെയും അവരുന്നയിക്കുന്ന വിഷയങ്ങളെയും അവരുന്നയിച്ച വികസനപരമായിട്ടുള്ള മുദ്രാവാക്യങ്ങളെയും തകർക്കാനാവുന്നില്ല എന്നതാണ് കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ ഏറ്റവും വലിയ പരാജയം ഈ ഘട്ടത്തിൽ. അതുകൊണ്ടാണ് ഏതെങ്കിലും തരത്തിൽ ഇപ്പോ ആഗോള അയ്യപ്പ സംഗമം നടത്തുമ്പോൾ അത് ഭൂരിപക്ഷ സമുദായത്തെ പ്രീണിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഏതോ പ്രായച്ചിത്ത പരിപാടിയാണെന്നുള്ള അർത്ഥത്തിൽ വ്യാഖ്യാനിക്കുക. ന്യൂനപക്ഷ സംഘടനകളെ പ്രീണനം എന്ന രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കുക. അല്ല, നിങ്ങൾ പങ്കെടുക്കുക എന്നുള്ളത് നിങ്ങളുടെ ദൗത്യം മാത്രമാണ്. എന്റെ അവസരത്തിൽ പറയാം, ഞങ്ങളുടെ വാദമേ അതേയല്ല. ഞാൻ വരാം, താങ്കൾ കുറച്ച് സമയം ഉള്ളതെന്നുള്ളത്. വസന്ത്, കോൺഗ്രസിന് ഈ വിഷയത്തെ രാഷ്ട്രീയമായിട്ട് എതിർക്കാം, പക്ഷേ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കോൺഗ്രസും പറയുന്ന കാര്യങ്ങളാണ്. ന്യൂനപക്ഷ സംരക്ഷണം വേണ്ടേ, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണ്ടേ, അത് ഉത്തരേന്ത്യയിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും അത് പരിഹരിക്കണ്ടേ. അങ്ങനെ ഒരു വിഷയം മുന്നോട്ട് വെക്കുമ്പോൾ അതിനൊപ്പം നിന്നുകൂടെ? എന്തുകൊണ്ട് നിൽക്കാൻ കഴിയുന്നില്ല? പ്രതിപക്ഷത്തെയും വിളിക്കും, കോൺഗ്രസിനെയും ഇതിനകത്ത് പ്രത്യേക ക്ഷണം ഉണ്ടാകും എന്നാണല്ലോ പറയുന്നത്. സ്വാഭാവികമായിട്ടും ഇത് രാഷ്ട്രീയം മാത്രമാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ കണ്ണടച്ചതാണോ? പറഞ്ഞ രണ്ട് വിഷയങ്ങൾ. ഒന്ന്, ഗ്ലോബൽ അയ്യപ്പ സബ്മിറ്റ്, ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ വിഷയം അല്ലെങ്കിൽ ഞങ്ങൾ ഉയർത്തുന്ന വിഷയം, അത് സർക്കാരിന് പാവപ്പെട്ട അയ്യപ്പന്മാരുടെ പോക്കറ്റ് അടിക്കാനുള്ള, പൈസ കണ്ടെത്താനുള്ള, ബക്കറ്റ് പിരിവ് നടത്താനുള്ള ധനാഗമന സംവിധാനമാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ ഒന്നാമത്തെ വിഷയം. അല്ലാതെ ഞങ്ങളത് നിങ്ങൾ ഭൂരിപക്ഷത്തെ പ്രീണിപ്പിക്കാൻ നടത്തുന്നതാണ് എന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. എന്താ പ്രശ്നം എന്നറിയാമോ ശ്രീമതി അപർണ? അത് ഈ രാജ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആയ റൈറ്റ് ടു ഇക്വാലിറ്റിയെ തച്ചു തകർക്കുകയാണ്. അതായത് അയ്യപ്പന്റെ മുമ്പിൽ വരുന്നവർക്ക് ഈ ഗ്ലോബൽ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുമ്പോൾ ചില കാർഡുകൾ കിട്ടും. ഫ്രോൺസ് കാർഡ്, ഗോൾഡ് കാർഡ്, പ്ലാറ്റിനം കാർഡ്, ഡയമണ്ട് കാർഡ്. ഈ കാർഡുകൾക്ക് സർക്കാരിന് നമ്മൾ ലക്ഷങ്ങൾ കോടികൾ കൊടുക്കണം. അങ്ങനെ കാർഡ് ഹോൾഡർ ആയാൽ എന്തുണ്ടാകും? ക്യൂ നിൽക്കാതെ അയ്യപ്പനെ കാണാം. പ്രസാദം 1 പകരം ചിലപ്പോൾ 2 കിട്ടും. അരവണപ്രായസം 3 പകരം ചിലപ്പോൾ 4 കിട്ടും. ചിലപ്പോൾ പ്രീ ബുക്കിങ്ങിന്റെ ആവശ്യമില്ല. അതായത് അയ്യപ്പ ഭക്തരെ വിഭജിച്ചുകൊണ്ട് അയ്യപ്പ ഭക്തരായി അവിടെ വരുന്ന സാധാരണക്കാരായ അയ്യപ്പ ഭക്തരെ, അതായത് ചെരുപ്പ് പോലും ഇടാതെ കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കാൽനടയായി ഇരുമുടിക്കൊട്ടും തലയിലേന്തി വരുന്ന സാധാരണക്കാരായ അയ്യപ്പ ഭക്തരെ കോർണർ വൽക്കരിക്കാൻ വേണ്ടി, അതായത് പൈസ ഉള്ള, കയ്യിൽ പണമുള്ള, BMW-ലും ഒക്കെ വരുന്നവർ മാത്രം ആദ്യം കയറി അയ്യനെ കാണട്ടെ, ബാക്കിയുള്ളവർ വസന്ത, അത് അയ്യപ്പ സംഘവുമായിട്ട് ബന്ധപ്പെട്ട് ഉയർത്തുന്നത്. ന്യൂനപക്ഷ സംഗമത്തിലും ഇതുപോലെ വല്ല കാർഡുമുണ്ടോ? ഇതിനകത്ത് ഇത് മുൻകൂട്ടി തന്നെ ഇങ്ങനെ ഒരു വിഷയം വരുമ്പോഴേ നിങ്ങൾ എന്തിനാണ് പ്രതിരോധിക്കുന്നത്? വരുമ്പോഴേ എന്തിനു പ്രതിരോധിക്കണം?
യെസ്, ഞാൻ അതാണ് പറഞ്ഞു വരുന്നത്. ഞാൻ ഹസ്കറിന്റെ വാദത്തെ പൊളിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഒന്ന്, ആ അയ്യപ്പ സംഗമത്തിലെ കോൺസ്റ്റിറ്റ്യൂഷണൽ വയലേഷൻ ആർട്ടിക്കിൾ 14 ആണെങ്കിൽ അതും ആർട്ടിക്കിൾ 19 അടക്കമുള്ള വിവിധ കോൺസ്റ്റിറ്റ്യൂഷണൽ വകുപ്പുകളെ റദ്ദ് ചെയ്തുകൊണ്ടാണ് ഇവർ ഈ ന്യൂനപക്ഷ സംഗമം നടത്തുന്നത്. ഒരു സംസ്ഥാന സർക്കാരിന് നേരിട്ട് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ പരിപാടി സംഘടിപ്പിക്കാനുള്ള അധികാരമുണ്ടോ ശ്രീ ഹസ്കർ? ഉണ്ടെങ്കിൽ അങ്ങനെ നടപ്പിലായ ഏതെങ്കിലും ഒരു അവസരം മുൻകാലങ്ങളിലുണ്ടോ, ഇന്ത്യയുടെ ചരിത്രത്തിലുണ്ടോ? അങ്ങനെ നടപ്പിലാക്കാൻ പറ്റില്ല. എപ്പോഴാണ് നിങ്ങൾ ഈ ന്യൂനപക്ഷ സംഗമം എന്ന പേര് പിന്നീട് സെമിനാർ ആക്കി നാളെ നിങ്ങളത് എന്താണ് മോട്ടിവേഷണൽ ക്ലാസ് എന്നോ മെന്ററിംഗ് പ്രോഗ്രാം എന്നോ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ് എന്നൊക്കെ ഇടുമായിരിക്കും. കാര്യം അങ്ങനെ നിങ്ങൾക്ക് ഈ നിയമത്തിന്റെ ഊരാക്കുടിക്കിൽ നിന്ന് രക്ഷപ്പെടാം. എപ്പോഴാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഐഡിയ തലയിൽ തോന്നിയത്? നോക്കൂ, ന്യൂനപക്ഷ സംഗമവുമായി നിങ്ങൾ മുമ്പോട്ട് പോയപ്പോ സംഘപരിവാർ അടക്കമുള്ള സംഘടനകൾ പറഞ്ഞു അത് ഈ പറയുന്ന ഭൂരിപക്ഷ സമുദായത്തെ പ്രീണിപ്പിക്കാനാണ്. ഞങ്ങളുടെ സ്റ്റേക്ക് അല്ല കേട്ടോ, ഞങ്ങളുടെ സ്റ്റേക്ക് നിങ്ങൾ അവിടെ അയ്യപ്പ ഭക്തരെ വിഭജിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ സംഘപരിവാർ അടക്കമുള്ള സംഘടനകൾ ഇങ്ങനെ പറയുകയും ന്യൂനപക്ഷങ്ങളിൽ ചിലർ സർക്കാരുമായി ചേർന്ന് നിൽക്കുന്ന ചില സംഘടനകൾ ആശങ്ക മുമ്പോട്ട് വെക്കുകയും 4 വോട്ടിന് വേണ്ടി ആരുടെയും ഒരു സാമുദായിക നേതാവിന്റെ തിണ്ണ നിരങ്ങില്ല എന്ന് പറഞ്ഞ പിണറായി വിജയൻ ഇപ്പോൾ 4 വോട്ടിന് വേണ്ടിയല്ല 3ാം തവണയ്ക്ക് വേണ്ടി സമുദായ നേതാക്കളുടെ തിണ്ണയല്ല അടുക്കളപ്പുറം വരെ കൊണ്ടിരിക്കുകയാണ് എന്ന വിമർശനം ഉയർന്നു വരികയും ചെയ്തപ്പോൾ നിങ്ങളൊരു ബാലൻസിങ് ഗെയിം കളിക്കുകയാണ്. ബാലൻസിങ് ഗെയിം, അതായത് ഈ കയറ് റോപ്പ് വലിച്ചു കെട്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വീഴാതെ സർക്കസിൽ ആടിക്കളിക്കുന്ന ചിലരെ കണ്ടിട്ടില്ലേ? ആടിക്കളിക്കട കുഞ്ഞിരാമ എന്ന് പറയുമ്പോൾ ആടിക്കളിക്കുന്നത്, അതുപോലെ ഒരു ബാലൻസിങ് റോപ്പിലൂടെ നിങ്ങൾ ഭൂരിപക്ഷ സമുദായത്തെയും ഒപ്പം തന്നെ ന്യൂനപക്ഷ സമുദായത്തെയും ഞങ്ങൾ അങ്ങ് ഉദ്ധരിക്കാൻ പോവുകയാണ് എന്ന് നിങ്ങൾ അഭിനവ ന്യൂനപക്ഷ സംരക്ഷകർ ചമയുകയാണ്. അപ്പോൾ ഞങ്ങൾ ചില ചോദ്യങ്ങൾ ചോദിക്കും. നോക്കൂ, മലപ്പുറവുമായി ബന്ധപ്പെട്ട് വലിയൊരു അൺകോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റേറ്റ്മെന്റ് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയപ്പോൾ നിങ്ങളുടെ പിണറായി വിജയൻ എവിടെയായിരുന്നു? 2, ഈ സംസ്ഥാനത്ത് ചില ആക്രമണങ്ങൾ ഉണ്ടായപ്പോ ഏറ്റവും ആദ്യം അത് തീവ്രവാദ ആക്രമണമാണ് എന്ന് പറഞ്ഞ് മുമ്പോട്ട് പോകാൻ വേണ്ടി ശ്രമിച്ച നിങ്ങളുടെ പോലീസ് സംവിധാനം എവിടെയാണ്? 3, ഈ രാജ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷനെ തന്നെ തകർത്തിട്ട് അത് ഹിന്ദുത്വ ആക്കി മാറ്റണം, സെക്യുലറിസം എന്ന വാക്ക് എടുത്തു മാറ്റി അവിടെ ഹിന്ദുത്വ ആക്കണമെന്ന് ഈ പറയുന്ന RSSന്റെ വൈസ് ക്യാപ്റ്റൻ നേരിട്ട് പറഞ്ഞപ്പോ ആ വൈസ് ക്യാപ്റ്റനെ കാണാൻ പോയ നിങ്ങളുടെ ദത്താത്രേയ ഹൊസബളയാണെന്ന് പറഞ്ഞത്. ആ ദത്താത്രേയ ഹൊസബളയെ കാണാൻ പോയ നിങ്ങളുടെ ADGP അജിത് കുമാറിനെ സംരക്ഷിച്ചതുമായി ബന്ധപ്പെട്ട്, അത് ന്യൂനപക്ഷത്തിന്റെ വിഷയമാണല്ലോ, ആ സംരക്ഷിച്ചതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സർക്കാരിന്റെ പാർട്ടിയുടെ നിലപാടെന്താണ്? ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ന്യൂനപക്ഷ സംഗമത്തിൽ പറയുമോ? അതായത് ന്യൂനപക്ഷങ്ങളെ ആരെ പരിഗണിക്കാനേ പാടില്ല എന്നും ഈ സംസ്ഥാനത്ത് ഈ രാജ്യത്ത് ന്യൂനപക്ഷങ്ങളെ കൂടി ഉൾക്കൊള്ളുന്ന ഭരണഘടന തിരുത്തി എഴുതി ഇതൊരു ഹിന്ദു രാജ്യം മാത്രമാക്കണമെന്ന് പറഞ്ഞ ദത്താത്രേയ ഹൊസബളയ്ക്ക് രാത്രി കവാത്ത് പോയ നിങ്ങളുടെ അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന നിങ്ങളുടെ നിലപാട് എവിടെയാണ്? ഇങ്ങനെ ചില കാര്യങ്ങൾ അത് ഞങ്ങൾ ചോദിക്കും. അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ, വികസനം മാത്രമാണ്, വികസനവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ സെമിനാർ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെയായിരുന്നു നേരത്തെ ഒരു വിശദീകരണമൊക്കെ വന്നത്. പക്ഷേ ഇപ്പൊ താങ്കൾ അടക്കം പറയുന്നത് ഉത്തരേന്ത്യ അടക്കമുള്ള വിഷയങ്ങളിൽ ന്യൂനപക്ഷ വേട്ടയൊക്കെ ഇതിനകത്ത് വരുന്നുണ്ടെന്നാണ്. അങ്ങനെ പറയുമ്പോൾ ഇപ്പോൾ കോൺഗ്രസ് ചോദിക്കുന്ന ആ ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ടാകണം. അല്ല അപർണ, ഇതില് കോൺഗ്രസ് രാഷ്ട്രീയം കാണുന്നു എന്നുള്ളതാണ്. ഇപ്പോ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് അവിടെ ലഭിക്കാൻ ശബരിമലയുമായി ലഭിക്കുന്ന തുക അടിച്ചു മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഏതോ ഗൂഢപദ്ധതി എന്ന അർത്ഥത്തിലാണ് ഇപ്പോ ബസന്ത് അടക്കം പറയുന്നത്. ആഗോള അയ്യപ്പ സംഗമത്തെ സംബന്ധിച്ച് ഇടതുപക്ഷ ഗവൺമെന്റിനും ദേവസ്വം ബോർഡിനും പ്രത്യേക കാഴ്ചപ്പാടാണുള്ളത്. ശബരിമലയുടെ മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കുന്നതിന് ആവശ്യമായിട്ട് ലോകത്താകമാനമുള്ള അയ്യപ്പ വിശ്വാസികളുടെ ഏകീകരണം കാംക്ഷിച്ചുകൊണ്ട് നടത്തുന്ന ഒരു ആഗോള അയ്യപ്പ സംഗമം മാത്രമാണ്. അതിൽ ലഭിക്കുന്ന തുകയെ സംബന്ധിച്ച് വസ്തുതാപരമായും സൂക്ഷ്മതയോടുകൂടിയും സുതാര്യവുമായി കൈകാര്യം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും എടുക്കും. ഒരു സംശയം വേണ്ട കാര്യത്തിൽ. ഇപ്പോ ന്യൂനപക്ഷ സംഗമത്തെ സംബന്ധിച്ച് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ ഭീഷണി നേരിടുന്നു, പ്രതിസന്ധി നേരിടുന്നു, അപകടകരമായിട്ടുള്ള വേട്ടയാടൽ നേരിടുന്നു എന്നുള്ളതിന് ആർക്കെങ്കിലും സംശയമുണ്ടോ? ആ സംശയം ഇന്ത്യയിലെ കോൺഗ്രസിനുണ്ടോ? കേരളത്തിലെ കോൺഗ്രസിന് അക്കാര്യത്തിൽ ഏതെങ്കിലും വ്യത്യസ്ത അഭിപ്രായമുണ്ടോ? ആ അഭിപ്രായങ്ങളെ മാനിച്ചുകൊണ്ടാണ് കേരളം നാം ഇപ്പൊ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 27 മാസത്തിനു ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി കത്തിപ്പുകഞ്ഞ മണിപ്പൂരിന്റെ മണ്ണിലേക്ക് ചെന്ന് തിരിച്ചു വരുന്ന ഒരു ഘട്ടമാണ്. അപ്പോ മണിപ്പൂർ പോലുള്ള ഒരു സംസ്ഥാനത്ത് BJP ആളിക്കത്തിച്ച വിദ്വേഷ രാഷ്ട്രീയത്തിന്റെ തുടർച്ചയായി അവിടെ ക്രൈസ്തവ സമൂഹം നേരിട്ട
അതിഭീകരമായ കൊടിയ പീഡനങ്ങളെ സംബന്ധിച്ച് ഈ കേരളത്തിൽ ചർച്ച ചെയ്യുക എന്നത് ഏതെങ്കിലും തരത്തിൽ അല്ല, അപ്പോഴും ഈ രണ്ട് സംഗമങ്ങൾ ഒരുമിച്ച് നടക്കുന്നു. തെരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങളേ ഉള്ളൂ. വല്ലാത്തൊരു ടൈമിംഗ് ആണ് ഈ പ്രശ്നങ്ങളിലൊക്കെ ഒരു പരിഹാരം കണ്ടെത്താൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് വിഷയം. അല്ല, ഈ പ്രശ്നങ്ങൾ ഇതിൽ ടൈമിങ്ങിന്റെയോ രാഷ്ട്രീയത്തിൽ സമയത്തിന്റെ കണക്കുകളില്ല. അതുകൊണ്ടാണ് ഇടതുപക്ഷം ഒരു കാര്യം തീരുമാനിക്കുന്നു, ആ തീരുമാനം സംസ്ഥാന സർക്കാർ നടപ്പിലാക്കും. മണിപ്പൂർ വിഷയത്തെയാണോ ഭാസ്കർ? ഒരു സംശയം, നിങ്ങൾ അഡ്രസ് ചെയ്യാൻ പോകുന്നത് പ്രധാനമായും മണിപ്പൂർ വിഷയത്തെയാണോ? എന്തുകൊണ്ടാണ് ആ വിഷയം ഉണ്ടായ ദിവസം തൊട്ട് ഇന്ന് വരെ അതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം പോലും തന്റെ ട്വിറ്റർ അക്കൗണ്ടിൽ പോലും കേരള മുഖ്യമന്ത്രി നടപ്പിലാക്കാഞ്ഞത്? അങ്ങ് CPIM-ന്റെ ഔദ്യോഗിക പോസ്റ്റുകൾ പരിശോധിക്കും. CPIM-ന് ഒരു നിലപാടുണ്ട്, അതിന് വ്യത്യസ്തമായ നിലപാട്. അങ്ങനല്ല, പാർട്ടിയുടെ അഭിപ്രായം പറയുക, പാർട്ടിയുടെ അഭിപ്രായം പറയുക എന്നുള്ളത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും കേരളത്തെ സംബന്ധിച്ച് പറയേണ്ടത് സംസ്ഥാന സെക്രട്ടറിയും. മുഖ്യമന്ത്രി ഒന്നും പറയൂല. കാരണം എന്താന്ന് വെച്ചാൽ മുഖ്യമന്ത്രിക്ക് RSSന്റെ പേടിയാണ്. അജിത് കുമാറിനെതിരെ നടപടി എടുക്കാത്തത് നമ്മൾ കണ്ടല്ലോ. അല്ല, അജിത് കുമാറിനെതിരെ നടപടി എടുത്തില്ലേ? അജിത് കുമാർ ഇന്ന് പോലീസ് സേനയിൽ ഇല്ലെന്നേ. എന്ത് നടപടി എടുത്തു? അജിത് കുമാർ ഇന്ന് പോലീസ് സേനയിലില്ല. എല്ലാ ശ്രമവും നടത്തി ഇല്ലേ? അജിത് കുമാർ ഇന്ന് പോലീസ് സേനയിലില്ല. ശ്രമവും നടത്തി. ശ്രീ MR അജിത് കുമാർ ഇന്ന് പോലീസ് സേനയിലില്ല. അദ്ദേഹം എക്സൈസ് വകുപ്പിന്റെ തലവൻ മാത്രമാണ്. എന്താ ഹസ്കർ അങ്ങ് പറയുന്നത്? അജിത് കുമാറിനെ നിങ്ങൾ പിരിച്ചുവിട്ടോ? നടപടി അല്ല, ഒരു IPS ഉദ്യോഗസ്ഥനെ, അതേ ശമ്പളം, അതേ പ്രൊമോഷൻ, അതേ പെൻഷൻ ഒന്നുമല്ല. ഒരു IPS ഉദ്യോഗസ്ഥനെ പിരിച്ചുവിടാൻ അതിന് നിയമപരമായിട്ടുള്ള നടപടിക്രമങ്ങളില്ലേ? ആ നടപടിക്രമങ്ങളിലൂടെ മാത്രമല്ലേ ചെയ്യാൻ കഴിയൂ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അങ്ങേക്ക് ദത്താത്രേയ ഹൊസബളെ അറിയാമോ? പിന്നെന്താ? അയാൾ ഈ രാജ്യത്തെ ഭരണഘടന തച്ചു തകർക്കണം എന്ന് പറഞ്ഞ ആളാണ് എന്നറിയാമോ? RSSന്റെ അയാളെ കാണുന്നത് സൈദ്ധാന്തികപരമായും ആശയപരമായും രാഷ്ട്രീയപരമായും ധാർമ്മികപരമായും തെറ്റാണ് എന്നറിയാമോ? ഒരു തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കൽ നിൽക്കുമ്പോൾ എന്തിനാണ് അയാളെ കാണാൻ പോയത് എന്നത് 2 വരി വാചകത്തിൽ വിശദീകരിക്കാമോ? ഒന്ന്, അങ്ങ് വിചാരധാരയിൽ നിന്ന് അല്ലെങ്കിൽ ബഞ്ച് ഓഫ് തോട്ട്സ് എന്ന് പറയുന്ന RSSന്റെ പ്രത്യയശാസ്ത്ര പുസ്തകം വായിക്കുക. അതിൽ 3 പേരെയാണ് വന്നതിന് ശേഷമാണ് നിങ്ങൾ ഒരുമിച്ച് അദ്വാനിയുമായി ചേർന്നിരുന്ന് നിങ്ങൾ സ്വീറ്റ് പങ്കിട്ടത്. അതല്ല, അതിനുശേഷം ആ പുസ്തകം പുതിയ ആളാണ്. അതല്ല, ആ പുസ്തകം വായിക്കുന്നേ. ആ പുസ്തകം വായിക്കുമ്പോ ആഭ്യന്തര ശത്രുക്കളായി 3 പേരെയാ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒന്ന് കമ്മ്യൂണിസ്റ്റുകാരെയും മറ്റൊന്ന് കോൺഗ്രസുകാരെയുമാണ്. നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകളാണോ? നിങ്ങൾ പിണറായിസ്റ്റുകളല്ലേ? പിണറായിസ്റ്റുകൾ എവിടെ കിടക്കുന്നു? കമ്മ്യൂണിസ്റ്റുമായി എന്ത് ബന്ധമാണ് നിങ്ങൾക്കുള്ളത്? അല്ല, അത് നിങ്ങളൊരു പുതിയ പേര് പറഞ്ഞിട്ട് അല്ലേ ആഗോള കമ്മ്യൂണിസ്റ്റുകളുമായി നിങ്ങൾക്ക്. ഞാൻ പേഴ്സണലി ശ്രീ ഹസ്കറിനെ അല്ല പറയുന്നത്, അങ്ങേ എനിക്ക് വ്യക്തിപരമായി ഒരുപാട് കാലങ്ങളായി അറിയാം. അങ്ങൊരു ലെഫ്റ്റ് മൈൻഡഡ് പേഴ്സൺ ആണ്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ പാർട്ടിക്ക് ഇന്ന് ഈ ആഗോള കമ്മ്യൂണിസവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിന്റെ ആശയധാരകളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒന്നിനോട് താതാമ്യപ്പെടാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾ ഇന്ന് നവലിബറൽ ഇതിന്റെ ഭാഗമായി മുമ്പോട്ട് പോകുന്നവരല്ലേ? നിങ്ങൾ വലതുപക്ഷ രാഷ്ട്രീയം മുമ്പോട്ട് വെച്ച് അത് കൈകാര്യം ചെയ്ത് മുമ്പോട്ട് പോകുന്നവരല്ലേ? നിങ്ങളുടെ പാർട്ടി നേതാക്കളുടെ മക്കൾ സ്വത്തുണ്ടാക്കുന്നില്ലേ? ശരി വസന്ത്, ഞാൻ വരാം. അത് മറുപടി ഒറ്റ കാര്യം കൂടിയാണ്. ഇതിനിടയിൽ ഈ മതേതര സർക്കാരും മത സംഗമങ്ങൾ ഒന്നും അല്ല നടത്തുന്നതെന്ന് പറയുകയും ആ തരത്തിലുള്ള കാര്യങ്ങൾ വരികയും ഇപ്പുറത്ത് നവോത്ഥാനത്തിനായി വെള്ളാപ്പള്ളിയെ കൊണ്ട് പറയിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ള ഒരു ആരോപണവും ഉണ്ട്. അത് മനു ഇപ്പോൾ BJP നേതാവ് കൂടി ഉണ്ട്, വരും അതിലേക്ക്. ഹസ്കർ, അതിനുള്ള മറുപടി കൂടി. അല്ല, ഒരു കാരണവശാലും ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങളോട് ഇടതുപക്ഷത്തിനും വിശിഷ്യ CPM-നും ഒരു യോജിപ്പില്ല. അദ്ദേഹം മലപ്പുറത്തെ സംബന്ധിച്ചും മുസ്ലിം സമുദായത്തെ കുറിച്ചും പറഞ്ഞിട്ടുള്ള അഭിപ്രായത്തിൽ ഇടതുപക്ഷം അതിന്റെ പ്രഖ്യാപിത നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. CPM അതിന്റെ നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ശ്രീ വെള്ളാപ്പള്ളി അങ്ങനല്ല, വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിന്റെ സമുദായത്തിന് കോൺഗ്രസ്സുകാരനാണോ? EMS ആയിരുന്നു. EMS തൊട്ട് ഒരുപാട് നേതാക്കൾ കോൺഗ്രസ് പ്രവർത്തിച്ചിട്ടുണ്ട്. പിണറായി കോൺഗ്രസ് ആണെന്ന് എനിക്ക് അഭിപ്രായമില്ല. അങ്ങനെയാണോ? അങ്ങ് പറയുന്നത് കേട്ടാൽ പിണറായി വിജയൻ പറയുന്ന നിലപാടുകളൊന്നും പാർട്ടിയുടെ നിലപാടല്ലെങ്കിൽ അദ്ദേഹം കോൺഗ്രസ്സുകാരനാണോ? സംസ്ഥാനത്തിന്റെ സർക്കാരിന്റെ ക്യാപ്റ്റനാണ് മുഖ്യമന്ത്രി.
അല്ല അദ്ദേഹം പാർട്ടിയുടെ PB അംഗമാണ്. പക്ഷെ അതിന്റെ അഭിപ്രായം പറയുക എന്ന് പറയുന്നത്, പാർട്ടിയുടെ അഭിപ്രായം പറയുക എന്ന് പറയുന്നത് CPM-ന്റെ സംസ്ഥാന ഘടകമാണ്, CPM-ന്റെ കേന്ദ്ര ഘടകമാണ്. ആ ഘടകം വളരെ കൃത്യമായിട്ട് ഇക്കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി അഭിപ്രായം പറയണമെന്ന് നിങ്ങൾ എന്തിനാ ഇത്ര വാശി പിടിക്കുന്നത്? അത് പാർട്ടിക്ക് വിരുദ്ധമായ അഭിപ്രായം ഉയർത്തിപ്പിടിക്കാൻ പാടില്ല. അതായത് നിങ്ങളുടെ പാർട്ടി വെള്ളാപ്പള്ളി പറഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞ് നേരത്തോട് നേരം പുലരുന്നതിന് മുമ്പ് അദ്ദേഹത്തെ പ്രൈസ് ചെയ്യുന്ന നിലപാടാണ് മുഖ്യമന്ത്രി എടുത്തത്. ശ്രീ വെള്ളാപ്പള്ളി നടേശനെ നിശ്ചിതമായ ഭാഷയിൽ വിമർശിച്ചിട്ട ആളുകളാണ് CPM-നുള്ളിലുള്ളത്. അതല്ല, അദ്ദേഹം സമുദായ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തെ 33 പതിറ്റാണ്ട് സമുദായ പ്രവർത്തനം നടത്തിയതിൽ അദ്ദേഹത്തെ ഒരു യോഗത്തിൽ അഭിനന്ദിച്ചു എന്നുള്ളത് അതൊരു അല്ല, അദ്ദേഹത്തെ ഒരു യോഗത്തിൽ അഭിനന്ദിച്ചു എന്നുള്ളത് ഒരു വലിയ തെറ്റായി നിങ്ങൾ കാണണ്ട. അത് രാഷ്ട്രീയ വൈരാഗ്യമായി കണക്കിലെടുക്കുകയും വേണ്ട. പക്ഷേ സാഹചര്യം ഏതാണ്? അദ്ദേഹം ഒരു വിവാദപരമായ പരാമർശം നടത്തുന്നു. അങ്ങ് പറയുന്നതിനെ ഓൺ ചെയ്താൽ അങ്ങയുടെ പാർട്ടി അതിനെ തള്ളിപ്പറയുന്നു. ആ തള്ളിപ്പറഞ്ഞതിന്റെ പിറ്റേന്ന് നേരത്തോട് നേരം പുലരുന്നതിന് മുമ്പ്, പശുവും ചത്ത് പുളിയുടെ മോരിന്റെ പുളിയും പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ മുഖ്യമന്ത്രി, നിങ്ങളുടെ ക്യാപ്റ്റൻ അതിനെ ഓൺ ചെയ്യുകയാണ്. ഒരിക്കലില്ല. അങ്ങനെ മുഖ്യമന്ത്രി ഒരു അഭിപ്രായവും പറഞ്ഞില്ല. നിങ്ങൾ അതിനുശേഷമുള്ള നമ്മുടെ കോൺഗ്രസ്സുകാരനായ പിണറായി വിജയനെ ഇത്തരം കാര്യങ്ങളിൽ പ്രസ്താവന ഇറക്കാതെ ഇരിക്കുന്നതിലും ചില കാര്യങ്ങളിൽ പാർട്ടി വിരുദ്ധ പ്രസ്താവനകൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇന്നു മുതൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. നന്ദി. അഡ്വക്കേറ്റ് ഹസ്കർ, അദ്ദേഹത്തിന് മറ്റൊരു ചർച്ചയിൽ പങ്കെടുക്കാൻ വളരെയധികം നന്ദി. അദ്ദേഹം ഈ വളരെ ഷാർപ്പായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടുതൽ ചേരാൻ കഴിയാത്തത്. മനുപ്രസാദിക്ക് വേണ്ടി, മനു എന്നോട് ക്ഷമിക്കണം, ഞാൻ ഒരു അരമണിക്കൂർ കഴിഞ്ഞു എത്തുമ്പോഴേക്കും. അത് ഇടത് പാനലിസ്റ്റ് കുറച്ച് സമയം നമ്മുടെ കൂടെ ഉള്ളൂ എന്നുള്ളത് കൊണ്ടാണ്. ഇതിൽ BJPക്ക് ഒരു വലിയ റോളുണ്ട് എന്ന് കൂടി പറഞ്ഞിട്ടാണ് അദ്ദേഹം പോകുന്നത്. നിങ്ങൾ ഈ ഉത്തരേന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾക്ക് എതിരെ നടത്തുന്ന വേട്ടയ്ക്കെതിരെയാണ് ഈ സെമിനാർ അല്ലെങ്കിൽ സംഗമം എന്താണെങ്കിലും നടത്തുന്നത്. ദേശീയ തലത്തിൽ BJPയും സംഘപരിവാർ സംഘടനകളും നടത്തുന്ന അക്രമങ്ങൾക്കെതിരെയാണ് എന്നാണ് പറയുന്നത്. അതിനൊരു സമയമില്ല, അത് എപ്പോഴാണെങ്കിലും നടത്തണമല്ലോ എന്നാണ് ചോദിക്കുന്നത്. കോൺഗ്രസും ആ നടത്തുന്ന വിഷയത്തിലല്ല, ഇപ്പോൾ ഇത് നടക്കുന്നതിന് ഉദ്ദേശശുദ്ധിയിലാണ് കോൺഗ്രസിന് പ്രയാസം. BJP പക്ഷെ പറയുന്നത് ആഗോള അയ്യപ്പ സംഗമം നടത്തുമ്പോൾ അത് ഹിന്ദു വിശ്വാസികളെ ചാക്കിട്ട് പിടിക്കാൻ, ന്യൂനപക്ഷ സംഗമം നടത്തുകയാണെന്ന് പറയുമ്പോൾ അത് ഭരണഘടനാ വിരുദ്ധം, ഇതും പറ്റില്ല അതും പറ്റില്ല എന്ന് BJP പറയുന്നതിന്റെ അർത്ഥം എന്താണ്? പറഞ്ഞ എന്നോട് വന്നതിൽ താമസിച്ചാൽ എനിക്ക് ഒരു പരിഭവമില്ല. ഇനി പരമാവധി സമയം ഈ ചർച്ചയിൽ മുഴുവൻ സമയവും ഈ കോൺഗ്രസിന്റെ പ്രതിനിധിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധിക്കും കൊടുത്താൽ അത് നന്നായി എന്നുള്ള അഭിപ്രായം കൂടിയാണ് എനിക്കുള്ളത്. കാരണം ഇത് കാണുന്ന പ്രേക്ഷകർക്ക് ഇതിനേക്കാൾ കൃത്യതയോടുകൂടി ഇവരുടെ പൊറാട്ട് നാടകങ്ങൾ വ്യക്തമാകാൻ മറ്റൊരു അവസരം ഉണ്ടാകുമോ എന്ന് എനിക്ക് സംശയമാണ്. കാരണം ഇവരിവിടെ പറഞ്ഞു പ്രചരിപ്പിക്കാൻ ശ്രമിച്ച കാര്യം എന്താണ് എന്ന് വ്യക്തമല്ലേ. തെരഞ്ഞെടുപ്പ് അടുത്തു, ന്യൂനപക്ഷ വോട്ടുകൾ വ്യാപകമായി സംഘടിപ്പിക്കപ്പെടേണ്ട ഒരു ആവശ്യമുണ്ട്. ആ ന്യൂനപക്ഷ വോട്ടിന് വേണ്ടി ന്യൂനപക്ഷ വോട്ടിന് വേണ്ടി എന്തും ചെയ്യുക എന്നുള്ള മാനസികാവസ്ഥയിലേക്ക് ഇവരെത്തിയിരിക്കുന്നു. അതിനവർ കൂട്ടുപിടിക്കുന്നതാണ് പലപ്പോഴായി ഉന്നയിച്ച ആരോപണങ്ങളിൽ അതെല്ലാം ജനം തള്ളിക്കളഞ്ഞതും ജനങ്ങൾക്ക് ബോധ്യമായതുമുള്ള ആരോപണങ്ങളെ വീണ്ടും കൊണ്ടുവരിക എന്നുള്ളത്. കോൺഗ്രസിന്റെ ബഹുമാനപ്പെട്ട പ്രതിനിധി ഇവിടെ വിളിച്ചു പറഞ്ഞതൊക്കെ കേട്ടപ്പോൾ എനിക്ക് എന്താണെന്ന് പറയാൻ പോലും പറ്റാത്ത മാനസികാവസ്ഥയിലാണ്. കാരണം അദ്ദേഹം പറഞ്ഞത് ഒരു ഭരണഘടനയെ സംരക്ഷിക്കാൻ, അതുപോലെ തന്നെ മതേതരത്വത്തെ സംരക്ഷിക്കാൻ ഒക്കെ കോൺഗ്രസ് എടുക്കുന്ന വലിയ ഒരു പ്രവർത്തനമുണ്ട് എന്നാണ്. ഞാൻ കോൺഗ്രസിന്റെ പ്രതിനിധിയോട് അങ്ങയുടെ അവസരത്തിൽ അങ്ങ് പറയുമെന്ന് ആഗ്രഹിക്കുന്നു. മണിപ്പൂർ കലുഷിതമായി, മണിപ്പൂരിൽ വ്യാപകമായി ക്രിസ്ത്യാനികളെ ആക്രമിച്ചു എന്നൊക്കെയാണ് പ്രചരിപ്പിക്കാനുള്ള ശ്രമം നടത്തിയത്. അത് കേരളത്തിൽ വ്യാപകമായി പ്രചരിപ്പിച്ചാൽ മാത്രമേ ആ സമൂഹത്തെ നമ്മളെ കൂടെ നിർത്താൻ പറ്റൂ എന്നവർ ചിന്തിച്ചു. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. ഏതെങ്കിലും ഒരു ദേശാഭിമാനിയോ വീക്ഷണമോ ഒക്കെ വായിക്കുന്ന ഒരു വിഭാഗമാണ് കേരളത്തിലെ ജനങ്ങൾ എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന സാഹചര്യം ഇന്ന് നമ്മുടെ മുന്നിലുണ്ട്. അതോടൊപ്പം തന്നെ കന്യാസ്ത്രീകൾ നേരിട്ട ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഇവിടെ CPM-ന്റെ പ്രതിനിധി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ നേരിട്ട ഒരു പ്രശ്നത്തെ എത്ര വലിയ രീതിയിൽ പർവ്വതീകരിക്കാനാണ് ഞങ്ങളും കോൺഗ്രസുകാരും CPM-കാരും മാധ്യമങ്ങളും ഒക്കെ ശ്രമിച്ചത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. എന്തിനാണ് നമ്മളതെല്ലാം കേരളത്തിൽ ഇത്ര വലിയ സംഭവമായി കാണിക്കുന്നത് എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ എന്ന് പറഞ്ഞ് അറിയാവുന്ന കാര്യം പറയാതെ പോയി. ഇതിന്റെ എല്ലാം ഉദ്ദേശം ഈ നാട്ടിൽ വോട്ട് കിട്ടുക എന്നുള്ളതാണ്. നരേന്ദ്രമോദിജി അധികാരത്തിൽ വരുന്നതിന് മുമ്പ് വ്യാപകമായി ഇവർ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത്
ഈ നാട്ടിലെ ന്യൂനപക്ഷ സമുദായങ്ങൾക്കെതിരാണ് BJP എന്ന പ്രചണ്ഡ പ്രചാരണങ്ങൾക്ക് നേതൃത്വം കൊടുത്തു. നരേന്ദ്രമോദിജി ഇന്ത്യയുടെ ഭരണത്തിൽ അധികാരത്തിൽ വന്നു. BJP കേന്ദ്ര ഭരണം കൈയാളുന്ന അവസ്ഥ വന്നു. അദ്ദേഹം നടപ്പിലാക്കിയിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രവർത്തന പദ്ധതിയുടെയോ ഏതെങ്കിലും ഒരു ക്ഷേമ പ്രവർത്തനത്തിന്റെയോ ഭാഗമല്ലാതെ ഏതെങ്കിലും ഒരു വിഭാഗം നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. മുദ്രാ ലോൺ ഈ നാട്ടിൽ നടപ്പിലാക്കി. അത് മുസ്ലിം ആയതുകൊണ്ട് കിട്ടാതെ പോയ ഒരാളെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധ്യമല്ല. ഇവിടെ നടപ്പിലാക്കിയ കിസാൻ സമ്മാൻ നിധി മുസ്ലിം ആയതുകൊണ്ട് കിട്ടാതെ പോയ ഒരാളെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധ്യമല്ല. അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ക്ഷേമ പ്രവർത്തനങ്ങളെയും വികസന പ്രവർത്തനങ്ങളെയും മുസ്ലിമാണ് എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് നിഷേധിക്കപ്പെട്ട ഒരാളെ കാണിക്കാൻ സാധ്യമല്ല. എന്നാൽ ഇതെല്ലാം വരുന്ന സമയത്ത് ആ സമൂഹത്തിന് മനസ്സിലാവുന്നുണ്ട് ഈ ഭരണം ഒരു ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും എതിരല്ല. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുണ്ട്. ഇവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ വലിയ ഞാൻ അഡ്വക്കേറ്റ് ഷാഫി ഞാൻ താങ്കൾക്ക് കോൺഗ്രസിന്റെ ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധി ലീഗിന്റെ ചോദ്യമാണ് മനു കേട്ടത്. ലീഗിന്റെ ചോദ്യമാണ്. ഞാൻ അപർണയോട് പറയാം, ഈ കോൺഗ്രസിന്റെ പ്രതിനിധി വായിൽ തോന്നിയതെല്ലാം എല്ലില്ലാത്ത നാക്കുകൊണ്ട് വിളിച്ചു പറഞ്ഞപ്പോഴും മിണ്ടാതിരുന്ന് കേട്ടത് അദ്ദേഹത്തിന് പറയാനുള്ള അവകാശമുണ്ട് എന്നെ പഠിപ്പിച്ച കോൺഗ്രസ്സുകാരൻ എന്തും വിളിച്ചു പറഞ്ഞപ്പോ എന്തൊക്കെയാണ് വിളിച്ചു പറഞ്ഞത്? ആരാണ് ഈ നാട്ടിൽ ജനാധിപത്യത്തെ ഭരണഘടനയെ അട്ടിമറിച്ചത്? കോൺഗ്രസിന്റെ പ്രതിനിധിയോട് ഒന്ന് ചോദിക്കട്ടെ, മണിപ്പൂർ കലാപം ഇന്നും ഇന്നലെ ഉണ്ടായതല്ല നിങ്ങൾക്കറിയാം. കുക്കികളും സംഭവം ഇന്നലെ ഉള്ളതെന്നാണ് കോൺഗ്രസിന്റെ പ്രതിനിധിക്ക് അറിയാം. എന്റെ ഒരൊറ്റ ചോദ്യം ചോദിക്കട്ടെ, അവരെ സന്ദർശിച്ച കോൺഗ്രസിന്റെ ഒരു ആഭ്യന്തരമന്ത്രിയുടെ പേര് പറ. ഞാൻ ചോദിക്കട്ടെ കോൺഗ്രസിന്റെ പ്രതിനിധിയോട്, ആ മണിപ്പൂരിൽ ഇന്നും ഇന്നലെ തുടങ്ങിയ കലാപമല്ലല്ലോ, മണിപ്പൂരിന്റെ കലാപ പ്രദേശം സന്ദർശിച്ച, കലാപം ഉണ്ടായ സമയത്ത് സന്ദർശിച്ച, കുക്കികളും വേദികളും ഉൾപ്പെടുന്ന കലാപം ഉണ്ടായപ്പോൾ സന്ദർശിച്ച കോൺഗ്രസിന്റെ ഒരു ആഭ്യന്തരമന്ത്രിയുടെ പേര് പറ. കോൺഗ്രസിന്റെ ആഭ്യന്തരമന്ത്രിയുടെ പേര് പറ. എനിക്കിവിടെ സൗണ്ട് കേൾക്കുന്നില്ല അപർണ അവിടെ പറയുന്നത്. കോൺഗ്രസിന്റെ ആഭ്യന്തരമന്ത്രിയുടെ പേര് പറ. നിങ്ങൾക്ക് കേൾക്കുമെന്ന് വിശ്വസിക്കുന്നു. കോൺഗ്രസിന്റെ പ്രതിനിധി നാക്കിട്ട് അലിച്ചല്ലോ. പ്രധാനമന്ത്രി സന്ദർശിച്ചു, മറ്റു പലരും സന്ദർശിച്ചു, ഇപ്പോഴാണ് പോയത്. മണിപ്പൂരിലെ വലിയ കലാപം. മണിപ്പൂരിൽ കലാപം ഇന്നും ഇന്നലെ തുടങ്ങിയതല്ലോ. കുക്കികളും മെയ്തികളും ഉൾപ്പെടുന്ന അവിടുത്തെ വനാന്തരങ്ങളിൽ നടക്കുന്ന വിഷയങ്ങളിൽ മണിപ്പൂർ കലാപമുണ്ട്. കോൺഗ്രസിന്റെ കാലഘട്ടത്തിൽ എരിഞ്ഞടങ്ങാത്ത കലാപങ്ങൾ വ്യാപകമായി നടന്നു. എന്റെ ചോദ്യം, പ്രധാനമന്ത്രിമാരായിരുന്ന കോൺഗ്രസിലെ ആരെങ്കിലും ആ സമയത്ത് സന്ദർശിച്ചു എന്നതല്ല, ആഭ്യന്തരമന്ത്രിയായിരുന്ന ഒരാൾ പാർലമെന്റിൽ പ്രസംഗിച്ച ഒരാളെ പറ. മണിപ്പൂർ കലാപത്തിന് വേണ്ടി കോൺഗ്രസ് ഭരണ സമയത്ത് പാർലമെന്റിൽ പ്രസ്താവന ഇറക്കി അതിനൊരു അപലപിച്ചു പോയി, അല്ലെങ്കിൽ അത് നടപടിയെടുക്കാം എന്ന് പറഞ്ഞ കോൺഗ്രസിന്റെ ആഭ്യന്തരമോ പ്രതിരോധമോ അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി സ്ഥാനമോ കൈകാര്യം ചെയ്യുന്ന ഒരാളുടെ പേര് പറയാൻ കോൺഗ്രസിനില്ല. എന്നിട്ടും ഉളുപ്പില്ലാതെ ആ പ്രശ്നത്തെ പരിഹരിക്കാൻ ശ്രമിച്ച ഒരു വിഭാഗത്തെ താറടിച്ചു കാണിക്കാൻ എന്തു നുണയും പ്രചരിപ്പിച്ചു വിടുന്ന കൂട്ടരായി കോൺഗ്രസ് മാറുന്നു. ആ പ്രതിനിധിയുടെ സ്വഭാവം ഇവിടെ കാണിച്ചു, അത്രയേ ഉള്ളൂ. ഒരു പ്രതികരണം ഈ നാട്ടിൽ ചെയ്തിട്ടില്ല. ഈ നാടിനെ എല്ലാ അർത്ഥത്തിലും പുറകോട്ടടിപ്പിച്ച് ഈ നാടിനെ മതം പറഞ്ഞ് വോട്ട് പിടിച്ച് വിഭാഗീയതയാക്കാൻ ശ്രമിച്ച് കേരളത്തിലെ അങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുന്നതിന്റെ പ്രകടമായ പ്രകടീകരണങ്ങളാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഒരു കാര്യം പറഞ്ഞല്ലോ, പാകിസ്ഥാനിൽ ജീവിക്കുന്ന മതന്യൂനപക്ഷ വിഭാഗങ്ങളായിട്ടുള്ള ക്രിസ്ത്യൻ സഹോദരന്മാർക്കും ഹിന്ദു സഹോദരന്മാർക്കും അവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഇന്ത്യയിൽ പൗരത്വം കൊടുക്കുന്ന ഒരു നിയമം കൊണ്ടുവന്നപ്പോൾ കേരളത്തിലെ മുസ്ലിം സഹോദരന്മാരെയെല്ലാം ഇവിടെ നിന്ന് നാട് കടത്താൻ പോകുന്നുവെന്ന തെറ്റായ പ്രചരണങ്ങൾ വ്യാപകമായി അഴിച്ചുവിട്ട് അവരെ പാനിക്കാക്കി, അവരെ ഇരവാദം ഉയർത്തി വോട്ടിന് വേണ്ടി എന്ത് തെമ്മാടിത്തരവും നെറുകേടും കാണിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് ചെയ്തതിനെ അഭിമാനത്തോടു കൂടി വിളിച്ചു പറയുന്ന നിങ്ങളോട് എന്ത് ഞങ്ങൾ മറുപടി പറയണം? ഈ നാട്ടിലെ ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്. മദനിയെ അറസ്റ്റ് ചെയ്തതിൽ പുറത്താക്കണം, അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കണം, അദ്ദേഹത്തെ വെറുതെ വിടണം എന്ന് നിയമസഭ പാസാക്കിയിട്ടുണ്ട്, ഒരുമിച്ചിരുന്നിട്ടുണ്ട്. ഈ രക്തസാക്ഷി മണ്ഡപത്തിനുള്ളിൽ അന്നത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും മുഖ്യമന്ത്രിയും ഒരുമിച്ചിരുന്ന് ക്രിസ്ത്യൻ സഹോദരന്മാർ അവരുടേതല്ലാത്ത കാരണം കൊണ്ട് പാകിസ്ഥാനിൽ പെട്ടുപോയി ദുരിതപൂർണമായ ജീവിതങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ഭാരതം അത് തിരുത്താൻ ശ്രമിക്കുന്ന ഒരു നിയമം കൊണ്ടുവരുന്നു. ആ നിയമം കൊണ്ടുവരുമ്പോൾ അത് നടപ്പിലാക്കരുത്, അവർ വീണ്ടും പാകിസ്ഥാനിൽ കിടന്ന് ദുരിതം അനുഭവിക്കണം, അവിടുത്തെ ഭീകരവാദികളുടെ ഇടയിൽ കിടക്കണം എന്ന് പറഞ്ഞ് അത് നടപ്പിലാക്കരുത് എന്ന് പറഞ്ഞ് രക്തസാക്ഷി മണ്ഡപത്തിൽ ഇവർ ഒരു ധർണ നടത്തി. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഒരുമിച്ചിരുന്ന്. ഞാൻ ചോദിച്ചോളത്തെ, കേരളത്തിലെ ഒരു
റോഡിന്റെയെങ്കിലും കുഴി ഒന്ന് അടയ്ക്കാൻ വേണ്ടി ഒരുമിച്ച് നിൽക്കാം എന്നവർ തീരുമാനിച്ചോ? കേരളത്തിൽ ചർച്ച ചെയ്യേണ്ട ഒട്ടനവധി വിഷയങ്ങളില്ലേ? വിലക്കയറ്റത്തിൽ കേരളം ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമായി അവർ മാറ്റിയില്ലേ? ഇന്നും വോട്ടിന് വേണ്ടി ജാതിയും മതവും ഒക്കെ പറയുകയും ആഗോള അയ്യപ്പ സംഗമത്തിൽ പറയുന്നതിനപ്പുറത്തേക്ക് ന്യൂനപക്ഷ സംഘവുമായി ബന്ധപ്പെട്ട് BJP ആരോപണം ഉന്നയിക്കുന്നത് ഇത് ഭരണഘടനാ ലംഘനമാണ് എന്നാണ്. അതായത് ഒരു പക്ഷത്തിന്റെ സംഗമം നടത്തുമ്പോൾ അത് ഭരണഘടനാ ലംഘനം എന്നുകൂടി BJP ഇതിനകത്ത് പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ആഗോള അയ്യപ്പ സംഗമത്തിന് ബദലായിട്ടൊരു സംഗമം നടത്തുകയാണ് എന്തായാലും ഹിന്ദു സംഘടനകൾ. അപ്പോൾ ഇതിനകത്ത് അതിനപ്പുറത്തേക്കാണ് സർക്കാർ ചെയ്യുന്നത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അങ്ങ് തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അല്ല, അങ്ങ് തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇതിന്റെ എല്ലാം പിറകിൽ എന്താണ്? കേവലം വോട്ട് ബാങ്കുകളായി ജമാഅത്ത് ഇസ്ലാമിയെയും പോപ്പുലർ ഫ്രണ്ടിനെയും പരസ്യമായി തൊട്ടു മുമ്പ് നടന്ന ഉപതെരഞ്ഞെടുപ്പായ നിലമ്പൂരിൽ പോലും നമ്മൾ കണ്ടതല്ലേ? ജമാഅത്ത് ഇസ്ലാമിയെയും പോപ്പുലർ ഫ്രണ്ടിനെയും ഭീകരവാദികൾക്ക് അവരുടെ വോട്ട് കിട്ടുന്നതിന് വേണ്ടി എന്തും കാണിച്ചു കൊടുക്കാൻ തയ്യാറാവുന്ന ഇരു മുന്നണികളെയും നമ്മൾ കണ്ടതാണ്. വികസന രാഷ്ട്രീയത്തെ ചർച്ച ചെയ്യാൻ ഇവർക്ക് എവിടെയാണ് സമയമുള്ളത്? ഏതെങ്കിലും ഒരു സമയം എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം. അയ്യപ്പ സംഘമായാലും ഇത് ന്യൂനപക്ഷ സമുദായങ്ങളുമായി ബന്ധപ്പെട്ടാണ്. അത് മുസ്ലിം സമുദായം, ക്രിസ്ത്യൻ സമുദായമാണ്. ഏതെങ്കിലും ഒരു സംഘടനയുടെ പേരെടുത്ത് പറയണോ? ഞാൻ ചോദിക്കട്ടെ, ന്യൂനപക്ഷ സമുദായങ്ങളോട് ചെയ്യുന്ന കാര്യമാണിത്. അല്ല, ഒരു പേരെഴുതി വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ ആവുന്നുണ്ടോ? അതിനുള്ളിൽ നടക്കുന്ന കാര്യം അങ്ങനെ ആകണമെന്നില്ലേ? പഞ്ചസാര കുപ്പിക്കുള്ളിൽ നിങ്ങൾ ഉപ്പെന്ന് എഴുതി വെച്ചാൽ അത് ഉപ്പാകണമെന്നുണ്ടോ? ഇത് ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്ന ശ്രമങ്ങളാണ്. ഞാൻ ചോദിക്കട്ടെ, അങ്ങ് തന്നെ ചോദിച്ചല്ലോ, ഈ സമയത്തിന്റെ പ്രസക്തം എന്താണ്? തെരഞ്ഞെടുപ്പ് എടുക്കുന്നു, തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു. ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളെ ചർച്ച ചെയ്താൽ ഇവരെല്ലാം ദൂരെ മാറി നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകും. തൊഴിൽ രഹിതരായ യുവാക്കൾ ഈ നാട്ടിൽ നിന്ന് നാട് കടത്തപ്പെടുന്ന സാഹചര്യം, നാട് നശിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്നു. അത്തരം ഗൗരവതരമായ വിഷയങ്ങളിൽ നിന്ന് മറിച്ച് ജനങ്ങളെ ഇത്തരം വൈകാരിക വിഷയങ്ങളിലേക്ക് കൊണ്ടുവരണം. രണ്ട്, അങ്ങ് സൂചിപ്പിച്ച പറയാം, അയ്യപ്പ സംഗമം നടത്തുന്നതിന് എന്താണ് എതിർപ്പ്? അയ്യപ്പ സംഗമം നടത്തുന്നത് വിശ്വാസികളെ എങ്ങനെ നിങ്ങൾ വിലയിരുത്തുമെന്നുള്ളതായിരുന്നു ശബരിമല പ്രക്ഷോഭ സമയത്ത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് വെച്ചത്. ആ ശബരിമല പ്രക്ഷോഭത്തിലെ വലിയ പങ്കാളിത്തം നടത്തി ജനങ്ങളോടൊപ്പം നിന്ന ഒരു പ്രസ്ഥാനമാണ് ഞങ്ങളെ അന്ന് പിന്തുരപ്പന്മാരാണ്, ഞങ്ങൾ മാറി നിൽക്കേണ്ടവരാണ്, പുരോഗമനത്തെ എതിർക്കുന്നവരാണ് എന്ന് ആരോപിച്ചവർ ഇന്ന് വിശ്വാസികളെ തരംതിരിക്കാൻ ഇറങ്ങി പുറപ്പെടുന്നു. അതിന്റെ പിന്നിൽ രാഷ്ട്രീയമായ ലക്ഷ്യങ്ങൾ ഉള്ളതുകൊണ്ട് ഒരു രാഷ്ട്രീയ മേഖലയെ പ്രവർത്തിക്കുന്ന ഞങ്ങൾ അത് തുറന്നു കാണിക്കാൻ ശ്രമിക്കുന്നു. അതുപോലെ തന്നെ ന്യൂനപക്ഷ സംഗമത്തിന്റെ ഉദ്ദേശം ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന ഏതെങ്കിലും ഒരു വിഷയത്തിലായിരുന്നെങ്കിൽ കേരളത്തിലെ എത്ര ന്യൂനപക്ഷങ്ങൾ മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് ഇവരുടെ നിലപാടെന്തായിരുന്നു? കേരളത്തിലാണല്ലോ ഇവര് ഭരണം നടപ്പിലാക്കേണ്ടത്. കേരളത്തിനുള്ളിൽ ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന എണ്ണിയാൽ ഒടുങ്ങാത്ത പ്രശ്നങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കണമല്ലോ. ഒരു വിഷയത്തെ അഡ്രസ് ചെയ്യാൻ സാധിക്കും അവർക്ക്? എത്രയെത്ര പ്രശ്നങ്ങളാണ് ഈ നാട്ടിൽ നടപ്പിലാക്കിയത്? മുനമ്പത്ത് ഭൂമി നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു വലിയ സമൂഹമുണ്ട്. ആ വിഷയത്തിൽ അവരുടെ നിലപാടെന്തായിരുന്നു? കേരളത്തിൽ നടപ്പിലാക്കുന്നത് ന്യൂനപക്ഷങ്ങളുടെ വിഷയങ്ങളല്ലേ? ഞാൻ തിരികെ എത്താം മനു. അഡ്വക്കേറ്റ് ഷാഹുൽ ഹമീദ്, ഇടതുപക്ഷം ഇപ്പോൾ ഹസ്കർ ഇല്ലെങ്കിലും ഇടതുപക്ഷം ചോദിക്കുന്നത് ഇത്തരം കാര്യങ്ങളാണ്. മനു പറഞ്ഞു നിർത്തുന്നത് പോലെ തന്നെ, അതായത് ന്യൂനപക്ഷ വികസനം എന്ന് പറയുന്ന സർക്കാർ ഇതാ ഒളിച്ചു കടത്തുന്നു എന്ന് പറയുമ്പോൾ കൃത്യമായി ഒരു സമുദായത്തെ കാണുന്നില്ല. എല്ലാ ന്യൂനപക്ഷങ്ങളും ഈ തീവ്രവാദമോ അല്ലെങ്കിൽ തീവ്രവാദവാദവുമാണ് എന്നുള്ളൊരു ആരോപണത്തിന് കുടപിടിക്കുകയാണോ ലീഗ് അടക്കം സർക്കാർ മുന്നിൽ കൊണ്ടുവരുന്ന ഈ പദ്ധതിയെ എതിർക്കുമ്പോൾ എന്നുള്ളൊരു ചോദ്യം ഇടതുപക്ഷം എപ്പോഴും ചോദിക്കുന്നുണ്ടല്ലോ. അങ്ങനെ ഒരു കാര്യമില്ലേ? അപ്പോൾ എതിർക്കേണ്ടത് എവിടെയാണ്, ആരെയാണ് എന്നുള്ളൊരു ചോദ്യമൊക്കെ ഇടതുപക്ഷം എല്ലാ കാലത്തും അത് ലീഗിനോടും കോൺഗ്രസിനോടും ചോദിക്കുന്നതുമാണ്. ഓഡിയോ മ്യൂട്ടാണ് ഷാഹുൽ ഹമീദ്. സർക്കാർ ഇതുവരെ കേൾക്കുന്നുണ്ടോ? കേൾക്കാം. അതായത് മുസ്ലിം ലീഗ് ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. സംസ്ഥാന ഗവൺമെന്റ് തീരുമാനം പ്രഖ്യാപിക്കട്ടെ. അതായത് ന്യൂനപക്ഷ സംഗമം എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് ഒഫീഷ്യലായിട്ട് പറയട്ടെ. അതിന്റെ പേരെങ്കിലും ഒന്ന് അനൗൺസ് ചെയ്യട്ടെ. അപ്പം ഞങ്ങൾ പറയും. ഈ 9 വർഷമായിട്ട് ഇവര് ചെയ്തു കൂട്ടിയ ഈ കാര്യങ്ങൾ മുഴുവൻ ഇപ്പൊ 9ാമത്തെ വർഷത്തിൽ ഇപ്പൊ ഇവരൊരു തീരുമാനമായിട്ട് മുന്നോട്ട് പോവാ. എനിക്ക് ഒരു കാര്യത്തിന് മറുപടി പറയാനുണ്ട്. കാരണം ന്യൂനപക്ഷങ്ങളെ യാതൊരുവിധ പ്രയാസവും ഇല്ലാത്ത രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഗവൺമെന്റാണ് കേന്ദ്ര ഗവൺമെന്റ് എന്നൊക്കെ ഇവിടെ BJPയുടെ പ്രതിനിധി വാചാലമായി സംസാരിച്ചു. ഒന്നും ചെയ്തിട്ടില്ല. ന്യൂനപക്ഷങ്ങളെ ഒന്നും ചെയ്യുന്നില്ല, ക്രിസ്ത്യാനികളെ ഒന്നും ചെയ്യുന്നില്ല, മുസ്ലിമീങ്ങളെ ഒന്നും ചെയ്യുന്നില്ല. ഇതൊക്കെ ഇവിടെ വാചാലമായിട്ട് അദ്ദേഹം സംസാരിച്ചു. പക്ഷേ ഈ രാജ്യത്ത് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ വരെ
ഒരു മതത്തെ അവഹേളിക്കാൻ വേണ്ടി പല സ്ഥലത്തും പോയി പ്രസംഗിച്ച ഒരു പ്രധാനമന്ത്രിയാണ് നമുക്കുള്ളത്. ഓരോ രംഗത്തും ഇപ്പൊ CIAയുടെ കാര്യമൊക്കെ പറഞ്ഞല്ലോ, അദ്ദേഹം പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെയുള്ള ന്യൂനപക്ഷങ്ങൾ പീഡനം അനുഭവിക്കുമ്പോൾ അവർക്ക് ഇന്ത്യ രാജ്യത്തേക്ക് വന്ന് അവർക്കൊരു പൗരത്വം കൊടുക്കുന്ന വലിയ തെറ്റാണോ? ഈ പീഡനം എന്താ നേപ്പാളിലെ ന്യൂനപക്ഷം അനുഭവിക്കണില്ലേ? ഈ പീഡനം റോഹിംഗ്യയിലെ ന്യൂനപക്ഷം അനുഭവിക്കണില്ലേ? ഈ പീഡനം ടിബറ്റിലെ ന്യൂനപക്ഷം അനുഭവിക്കണില്ലേ? ഈ പീഡനം ശ്രീലങ്കയിലെ ന്യൂനപക്ഷങ്ങൾ തമിഴ് വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ അനുഭവിക്കണില്ലേ? എന്താ അവർക്കൊന്നും പൗരത്വം കൊടുക്കാത്തത്? ഇവിടെ ഒരു മുസ്ലിങ്ങളെ മാത്രം ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ അത് ഭരണഘടനാ വിരുദ്ധമാണ്, നമ്മുടെ രാജ്യത്തിന്റെ മതേതരത്വ സങ്കല്പത്തിനെതിരാണ് എന്നതുകൊണ്ടാണ് ഇന്ത്യയിലെ മുഴുവൻ മതേതരത്വ രാഷ്ട്രീയ പാർട്ടികളും അതിന്റെ കൂടെ നിന്നത്. അതുകൊണ്ടാണ് അതിന്റെ കൂടെ നിന്നത്. നമ്മൾ മനസ്സിലാക്കണ കാര്യം. ഇപ്പൊ ഇവിടെ ഇപ്പൊ നമുക്കറിയാം. ഞാൻ വസന്തിലേക്ക് പോകുന്നു മനു, അതിലുള്ള മറുപടി. വസന്തിലേക്ക് പോകുന്നതിന് മുമ്പ് മനു അതിലുള്ള മറുപടി. അതെ മറുപടിയില്ല, ഒരൊറ്റ ചോദ്യം. എന്തുകൊണ്ടാണെന്ന് മുസ്ലിം ലീഗ് പ്രതിനിധി അങ്ങയോട് എനിക്ക് പറയാനുള്ളത്, എന്തുകൊണ്ടാണ് നേപ്പാളിലെയും ശ്രീലങ്കയിലെ ആളുകളെ കുറിച്ച് ചിന്തിക്കാതെ എന്ന് പറയുന്നത്? ഈ പറയുന്ന അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും ഒക്കെ ഉൾപ്പെടുന്ന ജനങ്ങൾ എങ്ങനെയാണ് അവിടെ പെട്ടതെന്ന് ചോദിച്ചാൽ, അങ്ങയെ തന്നെ ചത്ത കുതിരയെന്നോ എന്തൊക്കെയോ വിശേഷിപ്പിച്ച് നിങ്ങളുടെ പാർട്ടി വിശേഷിപ്പിച്ച് നെഹ്റുവിന്റെ തീരുമാനങ്ങളുടെ ഭാഗമായിട്ടാണ് മുസ്ലിം ക്രിസ്ത്യൻ സഹോദരന്മാരും ഹിന്ദു സഹോദരന്മാരും എല്ലാവരും പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ പെട്ടുപോയത്. അങ്ങനെ കോൺഗ്രസ് എടുത്ത ചരിത്രപരമായ മണ്ടത്തരത്തിന്റെയും തീരുമാനത്തിന്റെയും ഒക്കെ ഭാഗമായി ദുരിതം അനുഭവിക്കാൻ വിധിക്കപ്പെട്ട ഒരു ജനതയെ ഈ ഭാരതം ഞങ്ങളുടേതായ തെറ്റാണ് എന്ന് പറഞ്ഞ് തിരിച്ചെടുക്കാൻ തീരുമാനിച്ചതാണ്. ഇനി അങ്ങ് പറഞ്ഞത് പറഞ്ഞാൽ ഇന്ത്യ മഹാരാജ്യത്ത് പൗരത്വം നേടാനുള്ള അവകാശം മുസ്ലിങ്ങൾക്കുണ്ട്. അത് നിഷേധിക്കപ്പെടില്ല. കോൺഗ്രസ് ഇടതുപക്ഷം പറയുമ്പോൾ കോൺഗ്രസ് നിൽക്കുന്നത് പ്രതികൂട്ടിലാണ്, BJP പറയുമ്പോഴും കോൺഗ്രസ് നിൽക്കുന്നത് പ്രതികൂട്ടിൽ തന്നെയാണ്. കോൺഗ്രസിന്റെ പുറാട്ട് നാടകം വ്യക്തമാകും. കോൺഗ്രസ് പാനലിസ്റ്റ് ഈ ചർച്ചയിൽ പങ്കെടുത്ത് ഇത് പറയുമ്പോൾ എന്ന് പറയുന്നത് ബീഹാർ തൊട്ട് ഇവിടെ വരെ നിങ്ങൾ ന്യൂനപക്ഷങ്ങൾക്കൊപ്പമാണെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്കൊപ്പമായിട്ട് നിൽക്കൂ, അത് അവിടെയില്ല ഇവിടെയില്ല എന്ന തരത്തിലാണ് പറയുന്നത് എന്ന് പറയുമ്പോൾ കോൺഗ്രസ് എടുക്കുന്ന നിലപാടുകളിൽ വ്യക്തത ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ അതിൽ സത്യം ഉണ്ടാകുന്നില്ല എന്നൊരു ആരോപണമില്ലേ? അല്ല, അങ്ങ് തന്നെ പറഞ്ഞു വെച്ചു. ഈ ചർച്ചയിലുടനീളം CPM BJP പ്രതിനിധികളുടെ അമ്പ് വെക്കേണ്ടി വരുന്നത് കോൺഗ്രസിനാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അനിയൻ ബാബയും ചേട്ടൻ ബാബയും ഒരുമിച്ച് ആക്രമിക്കുന്നത് കോൺഗ്രസിനെയാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ശരിയുടെ പാതയിലാണ്. ഇനി അങ്ങ് ചോദിച്ചത് അല്ലെങ്കിൽ മനുപ്രസാദ് പറഞ്ഞത് എന്താണ്? ഞങ്ങൾ ചിലയിടങ്ങളിൽ ഞങ്ങൾ ന്യൂനപക്ഷത്തിനൊപ്പം നിൽക്കുന്നു, ചിലയിടങ്ങളിൽ ഭൂരിപക്ഷത്തിനൊപ്പം നിൽക്കുന്നു. നോക്കൂ, ഞങ്ങൾ ഭൂരിപക്ഷത്തിന്റെയും ന്യൂനപക്ഷത്തിന്റെയും ഒപ്പമല്ല. ഞങ്ങൾ നിൽക്കുന്നത് ഈ രാജ്യത്ത് അടിച്ചമർത്തപ്പെടുന്നവർക്കൊപ്പമാണ്, നീതി നിഷേധിക്കപ്പെടുന്നവർക്കൊപ്പമാണ്. ശബരിമല വിഷയത്തിൽ അത് അയ്യപ്പ ഭക്തരാണ്. പറയട്ടെ മനുപ്രസാദെ, അപ്പോൾ ഇടപെട്ടത് മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയാണ്. എന്നിട്ട് അങ്ങേക്ക് വായി തോന്നിയ അസഭ്യം മുഴുവൻ കോൺഗ്രസ് പ്രതിനിധി എന്ന് പറഞ്ഞിട്ട് ഞാൻ വേണ്ടിയില്ലല്ലോ. നിങ്ങൾക്ക് ഒരേ നയമല്ലേ? ഞാൻ ഒറ്റ ചോദ്യം ചോദിച്ചോട്ടോ, അങ്ങ് പറഞ്ഞോണ്ട് ഒരു ചോദ്യം, സമയം തീർന്നോട്ടോ, ഒരു ചോദ്യം. ചോദ്യത്തെ പേടിയില്ലെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ചോദിക്കില്ല. അനുമതി ചോദിച്ചു, ഞാൻ ഇടപെട്ട് ചോദിച്ചു. പേടിയുണ്ടോ? ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കാം, അങ്ങ് ഇത്രയും പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല. കോൺഗ്രസിന്റെ സിപിഎമ്മിനോടുള്ള നയമാണോ നിങ്ങൾക്ക് ദേശീയ തലത്തിലുള്ളത്? വസന്ത് മനു പറയുന്നത് പേടിയുണ്ടാകും, പേടിയുണ്ടെങ്കിൽ ഉത്തരം പറയണ്ടാന്ന് നിങ്ങൾ പറയണ്ടാന്ന് ഞാൻ അങ്ങ് പറഞ്ഞു, അങ്ങേക്ക് പറയാനുള്ള പറഞ്ഞു. കോൺഗ്രസിന്റെ പ്രതിനിധിയല്ലേ അങ്ങേക്ക് പേടിയുണ്ടോ ചോദ്യത്തെ? BJPയുടെ ഒരു പ്രതിനിധിയുടെ ചോദ്യത്തെ പേടിയുണ്ടോ? ചോദ്യം അങ്ങയുടെ അനുമതി ചോദിച്ചൂടെ? ചോദിക്കട്ടെ ഒരു ചോദ്യം, അങ്ങനെ ചോദ്യം ചോദിച്ചോട്ടെ. ഞങ്ങൾ പാവങ്ങളാണ്, ജനാധിപത്യം നിങ്ങളെപ്പോലെ ക്രൂരമായ നടപടിയില്ല. ചോദിച്ചോട്ടെ ഒരു ചോദ്യം ചോദിച്ചോട്ടെ, ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഞാൻ വഴങ്ങില്ല. ഉത്തരമില്ല. അതിന്റെ സംഭവം അറിയോ? ഈ CPMന്റെ കാര്യത്തിൽ പോലും കേരളത്തിലൊരു നിലപാട്, കേന്ദ്രത്തിലൊരു നിലപാടാണ്. അങ്ങനെ ഇരട്ടത്താപ്പ. ഗോമാംസം ഇവിടെ നിരോധിക്കരുത്, അവിടെ നിരോധിക്കണമെന്ന് പറയുന്നവരാ ഇവര് പല നയാന്ന് പറയുന്നത്. പറഞ്ഞോ, എന്റെ ചർച്ചയിൽ കൈ ഉയർത്തി ചോദിക്കുന്ന എല്ലാവർക്കും വഴങ്ങിയിട്ടുള്ള പാരമ്പര്യമാണ്. അങ്ങ് തുടക്കത്തിൽ സംസാരിച്ചപ്പോ മിണ്ടാതിരുന്ന ആളാ ഞാൻ. അങ്ങ് തുടക്കത്തിൽ സംസാരിച്ചപ്പോ മുഴുവൻ മിണ്ടാതിരുന്ന ആളാ ഞാൻ. എന്റെ സംസാരത്തെ അങ്ങ് തടസ്സപ്പെടുത്തി. എന്നെ തടസ്സപ്പെടുത്തിയതിനു ശേഷമാണ് ഞാൻ ഇടപെട്ടത്. അല്ല മനു, അത് ചോദിച്ചത് മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയാണ്. മനു അത് കേട്ടില്ല, ഞാനത് വ്യക്തമാക്കിയതാണ്. അങ്ങേ തടസ്സപ്പെടുത്തിയ ഞാനല്ല എന്ന് ഞാനും ആങ്കറും വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. അങ്ങേ തടസ്സപ്പെടുത്തിയതല്ല,
അങ്ങയുടെ ചോദ്യം ഉന്നയിച്ചത് ഈ ചർച്ചയിലെ മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയാണ്. പക്ഷേ അത് ഞാനാണെന്ന് തെറ്റിദ്ധരിച്ച് അങ്ങ് 6 7 തവണ കോൺഗ്രസ് പ്രതിനിധി എന്ന് പറഞ്ഞ് ഞാൻ പറയാത്തത് പോയിന്റിലേക്ക് വരാം വസന്ത്, അത് വിടും, പോയിന്റിലേക്ക് വരാം. അല്ല, അയാൾക്ക് പറയാമല്ലോ 5 6 തവണ. അതുകൊണ്ടാണ് ഞാൻ ഇടപെട്ടപ്പോ അംഗീകരിക്കില്ലെന്ന് പറയാൻ കാര്യം. അവർക്ക് അറിയാമല്ലോ എന്റെ ചർച്ചയിൽ ആര് കൈ ഉയർത്തിയാലും ഏത് ചോദ്യത്തിനും ഉത്തരം പറഞ്ഞിട്ടാ ഞാൻ പോകാറുള്ളൂ. പക്ഷെ അയാളോടാണ് ഇല്ലാത്തത്. അതിന് വ്യക്തിപരമായിട്ട് എടുക്കണ്ട വസന്ത്, അത് വിടും, അത് വ്യക്തിപരമായിട്ട് എടുക്കണ്ട. നമുക്ക് ആ പോയിന്റിലേക്ക് വരാം. നമുക്ക് അഡ്വക്കേറ്റ് ഷാഹുൽ ഹമീദിലേക്ക് പോകണമല്ലോ, മനുവിലേക്കും എനിക്ക് ഒരിക്കൽ കൂടെ പോകണം. നമുക്ക് പോയിന്റിലേക്ക് വരും. ഒന്ന് അയാൾ ചോദിച്ച ചോദ്യം മണിപ്പൂർ കത്താൻ തുടങ്ങിയത് ഇന്നും ഇന്നലെയാണോ? അല്ല ശ്രീ BJPയുടെ പ്രതിനിധി. മണിപ്പൂരിൽ നിയമസഭയ്ക്കുള്ളിൽ സ്പീക്കറിന്റെ കസേര കത്തിച്ചു 2004. അന്ന് കേന്ദ്രം ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ പേര് LK അദ്വാനി, ലാൽ കൃഷ്ണ അദ്വാനി. അന്നത്തെ പ്രധാനമന്ത്രിയുടെ പേര് AP വാജ്പേയി. അന്നാ മനുഷ്യൻ ഈ നരേന്ദ്രമോദിയേക്കാൾ എത്രയോ ഭേദമായിരുന്നു. അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് പുറപ്പെടുവിച്ചു. 2, അദ്ദേഹം ചോദിച്ചത് മണിപ്പൂരുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ പാർലമെന്റിനുള്ളിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയ കോൺഗ്രസ് ആഭ്യന്തരമന്ത്രിയുടെ പേര് പറയാം ശ്രീ മനുപ്രസാദ്. അദ്ദേഹത്തിന്റെ പേര് ശിവരാജ് പാട്ടീൽ. 2005 നവംബർ മാസം 3-ാം തീയതിയാണ് ആ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാകുന്നത്. അത് നിങ്ങളുടെ സർക്കാർ താഴെ പോയതിനു ശേഷം 2004 മണിപ്പൂരിൽ ഉണ്ടായ കലാപങ്ങൾ കെട്ടടങ്ങിയെന്നും ആയതുമായി ബന്ധപ്പെട്ട് കേന്ദ്രം അവിടെ എടുത്ത നിയമ നടപടികളും രാഷ്ട്രീയപരമായ നടപടികളുമായി ബന്ധപ്പെട്ടാണ് ശിവരാജ് പാട്ടീൽ ഇന്ത്യയുടെ പാർലമെന്റിനുള്ളിൽ സംസാരിക്കുന്നത്. ഈ ശിവരാജ് പാട്ടീലാണ് പിന്നീട് മുംബൈ ഭീകരാക്രമണം ഉണ്ടാകുമ്പോൾ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കുന്നത്. ഇപ്പോൾ രാജിവെച്ചിട്ടില്ല കേട്ടോ നിങ്ങളുടെ മന്ത്രി, ഇദ്ദേഹം രാജിവെച്ച ആളാണ് ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത്. അതുകൊണ്ട് അങ്ങയുടെ ചോദ്യം ഞാൻ ഇതാ റദ്ദു ചെയ്യുകയാണ്. ലോക്സഭയ്ക്കുള്ളിൽ കോൺഗ്രസിന് വേണ്ടി സംസാരിച്ച കോൺഗ്രസ് ആഭ്യന്തരമന്ത്രിയുടെ പേര് ശിവരാജ് പാട്ടീൽ സംസാരിച്ചത് 2005. ഇനി 2004 സ്പീക്കറിന്റെ കസേരയടക്കം കത്തിച്ച സമയത്ത് നിങ്ങൾ ഭരിക്കുമ്പോൾ കമാന്നൊരു അക്ഷരം മിണ്ടിയിട്ടില്ല നിങ്ങളുടെ താത്വികാചാര്യൻ ലാൽകൃഷ്ണ അദ്വാനി ഇന്ത്യൻ പാർലമെന്റിൽ. ഇല്ലെങ്കിൽ അങ്ങ് ഈ ചർച്ചയിൽ പറഞ്ഞു പൊക്കോളൂ. അതുകൊണ്ട് ഈ വിഷയത്തിൽ CPM-ന്റെ BJPയുടെ നിലപാട് ഒന്നാണ്. അവർ എല്ലാ കാലത്തും ആക്രമിക്കുന്നത് ആരെയാണ്? കോൺഗ്രസിനെയാണ്. എന്റെ പ്രധാനപ്പെട്ട ചോദ്യം, ഈ പ്രധാനമന്ത്രി ആയിക്കോട്ടെ മറ്റാരെങ്കിലും ആയിക്കോട്ടെ, ഞങ്ങൾ പറയുന്നത് മണിപ്പൂരിലെ മാത്രം ന്യൂനപക്ഷങ്ങളുടെ വിഷയമല്ല. ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്നത് ഇന്ത്യ ഒട്ടുക്കുമുള്ള ന്യൂനപക്ഷങ്ങളുടെ വിഷയമാണ്. അതിൽ ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകൾ വരും. ഇപ്പോ മനുപ്രസാദ് പറഞ്ഞു ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ നിലപാട് എന്താണ് എന്ന് ചോദിച്ചാൽ ഞാൻ മനുപ്രസാദിനോട് ചോദിക്കട്ടെ, നിങ്ങളുടെ കേരള BJPയുടെ നിലപാടാണോ കേന്ദ്ര BJPയുടേത്? കേരള സംഘ് പരിവാറിന്റെ നിലപാടാണോ കേരളത്തിലെ BJPക്കുള്ളത്? അവിടുത്തെ കന്യാസ്ത്രീകൾ കുറ്റക്കാരാണോ അല്ലയോ? ഒറ്റ വാക്കിൽ പറയാമോ? ഒറ്റ വാക്കിൽ പറയാനുള്ള ആർജവമുണ്ടോ നിങ്ങൾക്ക്? അതില്ല. എന്നിട്ട് ഇരട്ട നിലപാടല്ല. 4-5 പേർ പറയുന്നതിൽ കുറിച്ച് വിഷമമുണ്ട് എങ്കിൽ പോലും 4-5 വള്ളത്തിൽ ഒരുമിച്ച് കാല് വെക്കുന്ന ഇരട്ട നിലപാടല്ല, പരട്ട നിലപാടാണ് നിങ്ങൾ മറുപടി. എനിക്ക് അഡ്വക്കേറ്റ് ഷാഹുൽ ഹമീദിലേക്ക് കൂടെ ചെല്ലാണ്. മനു, മറുപടി. അല്ല പറഞ്ഞ ഒരു കാര്യം, എൻ്റെ ഇവിടെ TV ഇല്ല, എനിക്ക് നിങ്ങളുടെ സൗണ്ട് മാത്രമാണ്. തുടക്കത്തിൽ തന്നെ ഞാൻ ഇവിടെ പറഞ്ഞതാണ് എൻ്റെ സൗണ്ടിന് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു എന്നുള്ളത്. അതിൻ്റെ ഞാൻ നിങ്ങളുടെ ആളോട് ചോദിച്ചാൽ മതി. അതിൻ്റെതായ സാങ്കേതിക പ്രശ്നത്തിൽ ഞാൻ ചില ആളുകളുടെ പേര് പോയിട്ടുണ്ടെങ്കിൽ ഞാനൊരു ക്ഷമ ചോദിച്ചാൽ ഞാൻ BJPക്കാരനല്ലാതാകുമെന്നുള്ളത് കൊണ്ടാണ് അത്. 2, ഇനി വസന്ത് പറഞ്ഞ നുണകളിലേക്ക് വരാം. വസന്ത് ഇവിടെ അവസാനം സമ്മതിച്ചു, മണിപ്പൂർ എന്ന് പറഞ്ഞാൽ അത് ക്രിസ്ത്യാനികൾക്ക് നേരെയുള്ള ആക്രമണമല്ല. മണിപ്പൂർ വർഷങ്ങളായിട്ട് കലാപ അന്തരീക്ഷമായ ഒരു സ്ഥലമാണ്. നരേന്ദ്രമോദിജി വന്നിട്ട് കലാപമൊന്നും ഉണ്ടാക്കിയതല്ല. അങ്ങ് ഇവിടെ സൂചിപ്പിച്ച കാര്യങ്ങളിൽ 1. 2, ഞാൻ ചോദിച്ചു, മണിപ്പൂർ കലാപം ഉണ്ടാകുന്ന സമയത്ത് കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരാൾ ഇതിൽ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പോഴും അദ്ദേഹത്തിന് ഒരു ആഭ്യന്തരമന്ത്രിയുടെ പേര് പറയാൻ പറ്റി, ഒരു പ്രധാനമന്ത്രിയുടെ പേര് പറയാൻ പറ്റിയില്ല. അപ്പോൾ ആഭ്യന്തരമന്ത്രിമാരാണ് ഇത്തരം കാര്യങ്ങളിൽ മറുപടി പറയുന്നതെന്ന് കോൺഗ്രസിന്റെ പ്രതിനിധി ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. അത് അമിത്ഷാജിയും പലതവണ പറഞ്ഞപ്പോഴും ഇവർ പറഞ്ഞത് പ്രധാനമന്ത്രി എന്തുകൊണ്ട് മിണ്ടുന്നില്ല എന്നുള്ളതാണ്. എവരുടെ പ്രധാനമന്ത്രിമാർ മിണ്ടുന്നില്ല എന്ന് അദ്ദേഹം സൂചിപ്പിച്ചിട്ടാണ് അതിനെക്കുറിച്ച് പറഞ്ഞത്. 2, മണിപ്പൂർ കലാപ സമയത്ത്, മണിപ്പൂരിലെ സംഭവ സമയത്ത് ഒന്നും കോൺഗ്രസ് മിണ്ടിയില്ല. 2, അദ്ദേഹം പറയാൻ ശ്രമിച്ചൊരു കാര്യം ഇരട്ട നയങ്ങളെ കുറിച്ചാണ്. ഞങ്ങൾക്ക് ഇരട്ട നയം ഒറ്റ സ്റ്റാൻഡാണ് ഉള്ളതെന്ന് പറഞ്ഞു. ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, ഗോവധ നിരോധനം കേരളത്തിൽ നടപ്പിലാക്കണമോ വേണ്ടയോ? 1, ഇതേ നയമാണോ രാജസ്ഥാനിൽ, ഇതേ നയമാണോ ഗുജറാത്തിൽ, ഇതേ നയമാണോ മധ്യപ്രദേശിൽ, ഇതേ നയമാണോ ഹിമാചൽ പ്രദേശിൽ? 2, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ഒപ്പം ഇരിക്കണമോ ഒപ്പം ഇരിക്കണ്ടയോ? ഇതാണ് ചോദ്യം 1. കേരളത്തിൽ പിണറായി വിജയനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ശരിയാണോ?
കേരളത്തിന് പുറത്ത് തെറ്റാണോ? എന്താണ് ആ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട്? ഇനി ഓരോ പ്രദേശത്തും നിങ്ങൾക്ക് നിങ്ങളുടേതായ നിലപാടില്ലേ? രാവിലെ എഴുന്നേറ്റാൽ നിങ്ങൾക്കൊരു നിലപാടാണ്, ഉച്ചയ്ക്ക് മറ്റൊരു നിലപാടാണ്, വൈകിട്ട് മറ്റൊരു നിലപാടാണ്. വോട്ടിന് വേണ്ടി എന്തും പറയാൻ മടിയില്ലാത്തവരാണ്. നിങ്ങൾക്ക് സ്വന്തമായി പറയാൻ പറ്റുന്ന ഒരു നിലപാട് പറ. ഇപ്പോൾ ന്യൂനപക്ഷ സംഘം എന്നുള്ള ഒരു വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുമ്പോൾ, പക്ഷേ ഞാനിപ്പം അഡ്വക്കേറ്റ് ഷാഹിൽ അഹമ്മദിൽ കൂടി നമുക്ക് അവസാനിപ്പിക്കാം. ദേശീയ തലത്തിൽ ഉയർത്തുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യത്തിന് ആളുകളെ വന്ധീകരിച്ച് ഒരു വിഭാഗം പറയാണ് ന്യൂനപക്ഷവുമായി ബന്ധപ്പെട്ട് രണ്ടഭിപ്രായം പറയുന്നിടത്തു ചില പ്രയാസങ്ങളുണ്ട്. ബി.ജെ.പിക്ക് ഇത്ര ശക്തമായിട്ട് ആക്രമണം, പ്രതിരോധം അതിൽ തീർക്കാൻ കഴിയുകയും ചെയ്യും. ലീഗ് എങ്ങനെ കാണുന്നു? ഞാന് അപർണ ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം, അതിന്റെ ഉത്തരം ഞാൻ ഒരു കാര്യം ബി.ജെ.പി പ്രതിനിധിയോടൊന്ന് ഒരു മിനിറ്റ് നിൽക്കാൻ പറയും. ഞാൻ എന്റെ ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ പ്രശ്നത്തില് കേരളത്തിലെ ബി.ജെ.പിക്കാർ ഇടപെട്ടത് ഭയങ്കര രസകരമായ ഒരു സംഭവമാണ്. കാരണം അത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്തത് കൊണ്ടാണ് അവർക്ക് ജാമ്യത്തിൽ ഇറക്കാൻ പറ്റിയത്. അറസ്റ്റ് ചെയ്തത് അവര്, ഇന്നും കേസ് പിൻവലിക്കാത്തത് അവര്, ന്യൂനപക്ഷങ്ങൾക്ക് എതിരായിട്ടുള്ള പീഡനം മുഴുവൻ നടത്തുന്ന അവര്. എന്നിട്ട് ഇവിടെ വന്ന് കേരളത്തിൽ വന്നിട്ട് ഞങ്ങളാണ് കന്യാസ്ത്രീകളെ രക്ഷിച്ചത് എന്ന് പറയാം. അറസ്റ്റ് ചെയ്യാനും രക്ഷപ്പെടുത്താനും ഒക്കെ നടക്കുന്ന ഇരട്ടത്താപ്പ് ആരുടെ കയ്യിലാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായിട്ട് നിങ്ങളുടെ നിലപാടുകൾ എന്ന് പറഞ്ഞാൽ 1989 നിങ്ങളാണ് പിന്നെ അവർ കാര്യം പറയട്ടെ സുഹൃത്ത്, ഒന്ന് ഇടപെടല്ലേ. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് കൂടിയിട്ടല്ലേ നിങ്ങൾ വി.പി. സിംഗിന്റെ മന്ത്രിസഭ ഉണ്ടായത് അല്ലേ? വി.പി. സിംഗിന്റെ മന്ത്രിസഭയ്ക്ക് നിങ്ങൾ ഒന്നിച്ചല്ലേ പിന്തുണ കൊടുത്തത്? 77 ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളായി ഇവിടെ മത്സരിച്ചപ്പോ CPM-ന്റെ പിന്നെ ശിവദാസ മേനോന് വേണ്ടി പ്രസംഗിക്കാൻ വന്നത് നമ്മുടെ LK അദ്വാനി അല്ലേ? നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിങ്ങളും ബായി ആയിരുന്നില്ലേ എത്രയോ കാലം ഇന്ത്യ രാജ്യത്ത്? ഇതൊക്കെ ഈ നാട്ടിൽ ഏതായാലും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആരോപണങ്ങളിൽ ന്യൂനപക്ഷ സംഗമം ഒക്ടോബറിൽ സംഘടിപ്പിക്കുമോ? ഏത് തരത്തിലാണ് ലീഗും ബി.ജെ.പിയും കോൺഗ്രസും ഒക്കെ നിലപാട് എടുക്കുക? ഇത് ലീഗിനെയും കോൺഗ്രസിനെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സംഗമത്തിലേക്കായിരിക്കും ഇടതുപക്ഷം കടക്കുക എന്നുള്ള ചോദ്യമൊക്കെയാണ്. സമയപരിമിതി കൊണ്ടാണ് വീണ്ടും നമ്മൾ വലിയ വിഷയങ്ങളിലേക്കൊക്കെ കടന്നുപോയത് കൊണ്ട് അതിനുള്ള സമയം തികയാതെ പോയതാണ്. അത് പാനലിസ്റ്റുകൾ എന്നോട് ക്ഷമിക്കുക. പ്രേക്ഷകരോട് നമ്മൾ ചോദിച്ചു, ഒരു രാഷ്ട്രീയ ലക്ഷ്യമാണോ ഈ ന്യൂനപക്ഷ സംഗമത്തിനുള്ളത് എന്ന് സംശയിക്കുമ്പോൾ 90% പ്രേക്ഷകരും അതേ എന്നുള്ള അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. വളരെയധികം നന്ദി അഡ്വക്കേറ്റ് ഷാഹുൽ ഹമീദ്, മനുപ്രസാദ്, അഡ്വക്കേറ്റ് വസന്ത് തെങ്ങുംപള്ളി, ഒപ്പം BN ഹസ്കാർ. പ്രൈം ഡിബേറ്റ് നമ്പർ 4 പൂർണ്ണമാകുന്നു. പ്രൈം ഡിബേറ്റ്. നമസ്കാരം.